الله وبركاته. الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. الرحيق المختوم എന്ന് പറയുന്ന കിതാബിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയാണ്. പിതാമഹന്മാരുടെ പേരുകളെക്കുറിച്ചും അവരുമായിട്ട് വന്ന ചുരുങ്ങിയ നിലക്കുള്ള പരിചയപ്പെടുത്തലുകളും ചരിത്രങ്ങളുമാണ്. നസബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഉസ്റതുഹു. നസബു നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യൻഖസിമു ഇലാ സലാസതി അജ്സാഇൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹന്മാരുടെ കുടുംബ പരമ്പര 3 വിഭാഗമായിട്ട് പണ്ഡിതന്മാർ അതിനെ ഭാഗിച്ചേക്കാണ്. 3 വിഭാഗമായിട്ട്. ജുസുഉൻ ഇത്തഫഖ അലൈഹി കാഫത്തു അഹ്ലി സിയരി വൽ അൻസാബ്. പരമ്പരകളെക്കുറിച്ച് ചരിത്രങ്ങളെക്കുറിച്ച് പറയുന്ന എല്ലാ പണ്ഡിതന്മാരും ഏക അഭിപ്രായത്തിലുള്ള ഒരു ഭാഗം. വഹുവൽ ജുസുഉല്ലദീ യബ്ദഉ മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വയൻതഹി ഇലാ അദ്നാൻ. ആ പറയുന്നത് ചരിത്രകാരന്മാർ മുഴുവനും പരമ്പരകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന, അതിനെക്കുറിച്ച് പഠനം നടത്തിയ എല്ലാ വിഭാഗം ആളുകളും ഏക അഭിപ്രായത്തിലുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ അദ്നാൻ എന്ന് പറയുന്ന പിതാമഹനിലേക്ക് എത്തുന്ന ആ പരമ്പര, അത്രയുമുള്ള ആളുകൾ അതിൽ ഏക അഭിപ്രായമാണ്. ഇന്ന ആൾ ഇന്ന മകനാണ് എന്നുള്ള ആ രൂപത്തിൽ. ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ള കാര്യത്തിൽ 2 അഭിപ്രായമില്ല. അത് ഏക അഭിപ്രായമുള്ള ഒരു ഭാഗം. വജുസുഉൻ ആഖർ കസുറ ഫീഹിൽ ഇഖ്തിലാഫ്. മറ്റൊരു വിഭാഗം അഥവാ ഈ അദ്നാൻ എന്ന് പറയുന്ന പിതാമഹന്റെ അവിടെ മുതൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള ആ പരമ്പര, അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഹത്താ ജാവസ ഹദ്ദൽ ജംഇ വൽ ഇഖ്തിലാഫ്. അതിലൊരു ഏക അഭിപ്രായത്തിലേക്ക് എത്താൻ ഈ പറയുന്ന പണ്ഡിതന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. വഹുവ അൽ ജുസുഉല്ലദീ യബ്ദഉ ബഅദ അദ്നാൻ വയൻതഹി ഇലാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അദ്നാൻ എന്ന് പറയുന്ന പിതാമഹന്റെ അവിടെ മുതൽ ഇബ്രാഹിം നബി വരെയുള്ള പരമ്പരകൾ. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പല അഭിപ്രായങ്ങളാണ്. ഫഖദ് തവഖഫ ഫീഹി ഖൗമുൻ. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത് മുമ്പ് നമ്മളത് പറഞ്ഞിട്ടുണ്ട്, ആ ഭാഗം ചുരുങ്ങിയ നിലക്ക്. അതിൽ നമ്മൾ അത് പറയാതിരിക്കാൻ നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഉലമാക്കൾ. കാരണം അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളം ഉണ്ടായിട്ട്. വഖാലു ലാ യജൂസു സർദുഹു. അത് നമ്മൾ പരമ്പര അങ്ങനെ പറയൽ അനുവദനീയമല്ല, അത് പറ്റൂല. കാരണം അതിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ബൈനമാ ജവ്വസഹു ആഖറൂന വസാഖു. ചില പണ്ഡിതന്മാർ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹിമഹുള്ള പോലത്തെ ചരിത്രകാരന്മാരായ ആളുകൾ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. പറയാം, നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് പറയാമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെയും പുറമെ സുമ്മഖ്തലഫ ഹഉലാഇ അൽ മുജവ്വിസൂൻ ഫി അദദിൽ ആബാഇ വ അസ്മാഇൽ. പറ്റും, അവരെ ആ പരമ്പര നമുക്ക് പറയാം എന്ന് പറഞ്ഞവർ തന്നെ എത്ര പിതാമഹന്മാരാണ് അതിലുള്ളത് ആ പരമ്പരയിൽ. അവരുടെ എണ്ണത്തിൻ്റെ വിഷയത്തിൽ, അവരുടെ പേരുകളുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വീണ്ടുമുണ്ട്. അങ്ങനെ ഫഷ്തദ്ദ ഇഖ്തിലാഫുഹും വകസറത്തു അഖ്വാലുഹും ഹത്താ ജാവസ 30 ഖൗലൻ. 10-30 അഭിപ്രായങ്ങളുണ്ട്. ഇന്നാളെ മകൻ ഇന്നാളാണ്, അയാളെ പേരിതാണ്, അതല്ലെങ്കിൽ ഇത്രയും ആളുകളുള്ളൂ എന്നുള്ള വിഷയത്തിലൊക്കെ അഭിപ്രായം 10-30 അഭിപ്രായങ്ങളുണ്ട്. ഇല്ല അന്നൽ ജമീഅ മുത്തഫിഖൂന അലാ അന്ന അദ്നാൻ മിൻ സരീഹി വലദി ഇസ്മായിൽ അലൈഹിസ്സലാം. ഏതാണെങ്കിലും അദ്നാൻ എന്ന് പറയുന്ന ഈ പിതാമഹൻ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണെന്നുള്ള കാര്യത്തിൽ ഏക അഭിപ്രായമാണ്. അതിൽ യാതൊരു സംശയവുമില്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ. അങ്ങനെ പിന്നെ 3ാമത്തെ വിഭാഗം, പ്രവാചകന്റെ സന്താന പരമ്പരയിൽപ്പെട്ട 3ാമത്തത് ഫഹുവ യബ്ദഉ മിൻ ബഅദി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വയൻതഹി ഇലാ ആദം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി മുതൽ ആദം നബി വരെയുള്ള പരമ്പര. വജുല്ലുൽ ഇഅ്തിമാദി ഫിഹി അലാ നഖ്ലി അഹ്ലിൽ കിതാബ്. അതിൽ ഈ ചരിത്രകാരന്മാരും മുഖ്യമായിട്ടും അതിൽ അവലംബിച്ചിട്ടുള്ളത് ജൂത നസാറാക്കളുടെ ഗ്രന്ഥങ്ങളിൽ വന്ന റിപ്പോർട്ടുകളാണ്. ജൂത നസാറാക്കളുടെ ഗ്രന്ഥങ്ങളിൽ വന്ന പല കാര്യങ്ങളും ദുർവ്യാഖ്യാനങ്ങളും കൈകടത്തലുകളും അതിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എല്ലാവരും അറിയപ്പെട്ട കാര്യമാണ്. വഇൻദഹും ഫീഹി മിൻ ബഅദി തഫാസീൽ അമാരി വഗൈരിഹ. ഈ പറയുന്ന ഓരോ പിതാമഹന്മാർ ഓരോരുത്തരുടെ വയസ്സിൻ്റെ കാര്യം. ഉദാഹരണം പറഞ്ഞു, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഫലബിസ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 ആമ. 950 വർഷക്കാലം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്തുമായി കൊണ്ട് തന്നെ ആ സമൂഹത്തിൽ കഴിച്ചുകൂട്ടി എന്നുള്ളത് ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പം അതിന്മേൽ
ഇവർ താരതമ്യം ചെയ്തുകൊണ്ട് ചില പിതാമഹൻ 500 കൊല്ലം ജീവിച്ചിട്ടുണ്ട്, 400 കൊല്ലം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് വന്ന അഹ്ലി കിതാബിലെ ജൂത നസാറാക്കളുടെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. അതിനെ അവലംബിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി മുതൽ ആദിം നബി വരെയുള്ള ഈ പിതാമഹന്മാരുടെ പേരുകളെ ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളത് സംബന്ധിച്ച് ആ വിഷയത്തിൽ അതിൽ പലതും ബാത്തിലാണ്, അസത്യമാണ്, വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ല. അതുകൊണ്ട് തന്നെ ബൈനമാന തവഖഫു ഫിൽ ബഖിയത്തിൽ ബാക്കിയ, ആ പറയുന്ന ഇബ്രാഹിം നബി മുതൽ ആദിം നബി വരെയുള്ള ആ പിതാമഹന്മാരുടെ പരമ്പരയിൽ നമ്മൾ തവഖുഫ് ചെയ്യുക. അതാണ് എന്നും പറയാതിരിക്കുക, അല്ല എന്നും പറയാതിരിക്കുക. ഇതാണ് നമ്മളതിൽ സ്വീകരിക്കേണ്ടുന്ന രീതി. അതാണ് ഖുർആനിലോ സുന്നത്തിലോ വന്നതിന് കടുക വിരുദ്ധമാണ് എന്നറിഞ്ഞ കാര്യങ്ങൾ അഹ്ലി കിതാബിൻ്റെ മുൻഗാമികളുടെ ജൂതനസാറാക്കളുടെ ഗ്രന്ഥങ്ങളിലുള്ളതാണെങ്കിൽ അത് നമ്മൾ തള്ളും, ഒഴിവാക്കും. ഖുർആനിലും സുന്നത്തിലും വന്നതിനോട് യോജിച്ച കാര്യങ്ങളാണ് അവരുടെ ഗ്രന്ഥങ്ങളിലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഖുർആൻ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് നമ്മൾ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാം. ആ രണ്ടുമല്ലാത്ത നിലക്ക് അവരിൽ വന്നതിൽ അനുസദ്യഖുഹു വലാ നുകദ്ദിബു, അത് സത്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയൂല, എന്നാ കളവാക്കാനും നമ്മൾ നിൽക്കൂല. അതിൽ നമ്മൾ ആ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാതെ അതിൽ തവഖുഫ് ചെയ്യുക എന്നുള്ളതാണ് അഭികാമ്യമായത്. അങ്ങനെയാണ് പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുള്ളത്. ഏതാണെങ്കിലും وفيما يلي الأجزاء الثلاثة من نسبه الزكي صلى الله عليه وسلم بالترتيب. ഏതാണെങ്കിലും ശേഷം ഈ പറയുന്ന 3 വിഭാഗത്തിൽപ്പെട്ട പിതാമഹന്മാരുടെ പരമ്പരയും ഷെയ്ഖ് റഹിമഹുല്ല ഈ പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. പവിത്രമായ പരിശുദ്ധമായ പ്രവാചകന്റെ ആ പിതാമഹന്മാരുടെ പരമ്പര വഴിയായിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തത് ഏതാണെങ്കിലും വിശ്വാസയോഗ്യമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുഞ്ഞത്ത് അബുൽ ഖാസിം എന്നായിരുന്നു. അബുൽ ഖാസിം, ജൂതന്മാരായ ആളുകൾ പലപ്പോഴും പ്രവാചകൻ വന്ന് അബുൽ ഖാസിം എന്ന് അഭിസംബോധന ചെയ്യലുമുണ്ടായിരുന്നു. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേര്, പ്രസിദ്ധമായ പേരതാണ്. ഇതല്ലാത്ത മറ്റ് അഹ്മദ് എന്നൊക്കെയുള്ള പേര് വേറെയും പേരുകൾ സഹിഹായ ഹദീസുകളിൽ വന്നതുണ്ട്. മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ ഇബ്നു അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിൻ്റെ പേര് ഷൈബ എന്നായിരുന്നു. അബ്ദുൽ മുത്തലിബിൻ്റെ പേര് ഷൈബ എന്നാണ്. അദ്ദേഹം അറിയപ്പെട്ടത് അബ്ദുൽ മുത്തലിബ്. ശേഷം അത് പറയുന്നുണ്ട് ആ പേര് എങ്ങനെ വന്നു എന്നുള്ളത്. ഷൈബത്തുൽ ഹംദ് എന്ന പേരിലായിരുന്നു ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ തലയിൽ ചെറിയ കുട്ടിയാകുന്ന പ്രസവിച്ചു വരുന്ന സമയത്തിൻ്റെ കുറച്ച് ഭാഗത്ത് നിരയുണ്ടായിരുന്നു. അത് അവർ ഒരു നല്ല ലക്ഷണമായിട്ടായിരുന്നു ഈ പറയുന്ന ആ നിരയെ കണ്ടിരുന്നത്. അങ്ങനെ ഷൈബത്തുൽ ഹംദ് എന്ന് പറഞ്ഞു. സ്തുത്യാർഹമായ പ്രശസ്തിയും ആദരവും നേടുന്ന ഭാവിയിൽ ഉണ്ടാകുന്ന കുട്ടി എന്നുള്ള അർത്ഥത്തിൽ ഷൈബത്തുൽ ഹംദ് പറഞ്ഞിരുന്നു. ഇബ്നു ഹാഷിം, ഈ ഹാഷിമിൻ്റെ പേര് അമ്രു എന്നായിരുന്നു. ഇബ്നു അബ്ദി മനാഫിൻ, അബ്ദു മനാഫിൻ്റെ പേരും അൽ മുഗൈറ എന്നായിരുന്നു. ഇബ്നു ഖുസയ്യൻ, ഖുസയ്യൻ്റെ പേര് സെയ്ദ് എന്നായിരുന്നു. ഇബ്നു കിലാബിൻ ബിനി മുറത്ത ബിനി കഅബിൻ ബിനി ലുഅയ്യിൻ ബിനി ഗാലിബിൻ ബിനി ഫിഹിറിൻ. ഫിഹിർ എന്ന് പറയുന്ന ഈ മനുഷ്യനാണ് പിന്നീട് ഖുറൈഷ് എന്ന പേരിൽ പ്രസിദ്ധനായത്. ആ പറയുന്ന പിതാവിലേക്ക് ചേർത്തുകൊണ്ടാണ് പിന്നീട് ആ കുടുംബം അറിയപ്പെടുകയും ചെയ്തിരുന്നത്. ഖുറൈശികൾ എന്ന്. വ ഇലൈഹി തൻതസിബുൽ ഖബീല, ആ കുടുംബം ഈ പിതാവിലേക്കാണ്, ഫിഹിർ എന്ന് പറയുന്ന മനുഷ്യനിലേക്ക് ചേർത്തുകൊണ്ടാണ് അറിയപ്പെടുന്നത്. ഇബ്നി മാലിക്കിൻ ഇബ്നി നളരി വസ്മുഹു ഖൈസുൻ, നളറിൻ്റെ പേര് ഖൈസായിരുന്നു. ബിനി കിനാനത്ത ബനി ഖുസൈമത്ത ബനി മുദ്രിക്കത്ത വസ്മുഹു ആമിർ, മുദ്രിക്കത്തിൻ്റെ പേര് ആമിറായിരുന്നു. ബിനി ഇല്യാസിൻ ബിനി മുളറ ബിനി നിസാരിൻ ബിനി മഅദ്ദിൻ ബിനി അദ്നാൻ എന്ന് പറയുന്ന ആ പിതാവിലേക്കുള്ള ഈ പരമ്പര അത് വിശ്വാസയോഗ്യമായ സനദുകളിൽ കൂടെ, റിപ്പോർട്ടുകളിൽ കൂടെ വന്നതാണ്. അത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനും വിശ്വസിക്കാനും അംഗീകരിക്കാനും പറ്റുന്നതുമാണ്. രണ്ടാമത്തെ ഭാഗം മാ ഫൗക അദ്നാൻ എന്ന് പറയുന്ന ഈ പിതാമഹൻ്റെ അവിടെ മുതൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ളതാണ്. അദ്നാൻ ഹുവ ഇബ്നു ഉദദിൻ, ഉദദ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ മകനായിരുന്നു. പിതാവിൻ്റെ പേര് ഉദദ്. ബനു അൽ ഹമൈസ ബനു സലാമാൻ ബനു ഔസ് ബനു ബൗസ് ബനു ഖംവാൽ ബനു ഉബയ്യിൻ ബനു അവാമിൻ ബനു നാഷിദിൻ ബനു ഹസാ ബനു ബൽദാസിൻ ബനു യൽദാഫിൻ ബനി താബിഖിൻ ബനു ജാഹിമിൻ ബനി നാഹിഷിൻ ബനു മാഖി ബനു ഐളിൻ ബനു അബ്ഖരിൻ ബനു ഉബൈദിൻ ബനു ദഅ ബനു ഹംദാൻ ബനു സംബരിൻ ബനു യസ്രിബി ബനു യഹ്സൻ ബനു യൽഹൻ ബനു അർഅവ ബനു ഐളിൻ ബനു ദൈഷാൻ ബനു ഐസറിൻ ബനു അബ്നാദിൻ ബനു അബ്ഹാമിൻ ബനു മിഖ്സറിൻ ബനു നാഹിസിൻ ബനു സാരിഹിൻ ബനു സമീൻ ബനു മുസയ്യിൻ ബനു ഔള ബനു അറാം ബനു ഖൈദാർ ഇബ്നു ഇസ്മായിൽ ബിൻ ഇബ്രാഹിം അലൈഹിമസ്സലാത്തു വസ്സലാം. കുട്ടികൾ ചുരുക്കരുത്, പേരുകൾ കേൾക്കുന്ന കാണുന്ന സമയത്ത് അങ്ങനെയാണ് പേരുകൾ. ഇതാണ് അദ്നാൻ എന്ന് പറയുന്ന പിതാമഹൻ മുതൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള പരമ്പര. ഇതാണ്
മൂന്നാമത്തത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ആദം നബി വരെയുള്ള പേരുകൾ ചരിത്രകാരന്മാർ ഈ പറഞ്ഞതുപോലെ പറഞ്ഞ് എഴുതി വെച്ച് പോയത് മാ ഫൗക ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വഹുവ ബിനു താറഹ് സ്മുഹു ആസർ. ഇബ്രാഹിം നബിയുടെ പിതാവിൻ്റെ പേര് താറഹ് എന്നായിരുന്നു. ഖുർആനിൽ വന്നത് ആസർ എന്നാണ്. രണ്ടും ഒരു വ്യക്തിയാണ്. ബിനു നാഹൂർ, ബിനു സാറു എന്നാണ്. അതല്ല സാറൂഖ്, അങ്ങനെ രണ്ട് നിലക്കും അത് വന്നിട്ടുണ്ട്. ബിനു റാഉ, ബിനു ഫാലഹ്, ബിനു ആബിർ, ബിനു ഷാലഹ്, ഇബ്നു അർഫഹ്ഷദ്, ബിനു സാം, ബിനു നൂഹ് നബിയുടെ മകൻ്റെ പേര് സാം എന്ന് ചരിത്രത്തിലൊക്കെ പ്രസിദ്ധമായി അറിയപ്പെട്ടു വന്നത് കാണാം. ബിനു നൂഹൻ അലൈഹിസ്സലാത്തു വസ്സലാം, ബിനു ലാമിക്കിൻ, ബിനു മുത്തവശ്ലിഖിൻ, ബിനു അഖ്നൂഖിൻ യുഖാലു ഹുവ ഇദ്രീസ്. അഖ്നൂഖ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമാണ് എന്ന് ഈ പറയുന്ന മുൻഗാമികളായ അഹ്ലി കിതാബിൻ്റെ ഗ്രന്ഥങ്ങളിൽ വന്ന് കാണുന്നുണ്ട്. ഇദ്രീസ് അലൈഹിസ്സലാമാണ് എന്ന്. ബിനു യർദ്, ബിനു മഹ്ലായീൽ, ബിനു ഖൈനാനിൻ, ബിനു അനൂഷിൻ, ബിനു ഷീസിൻ. ഷീസ് എന്ന് പറയുന്നൊരു പ്രവാചകന്റെ പേരായിട്ട് വന്നത് കാണാം. അത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നേരെ മകനാണ് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. ബിനി ആദമ അലൈഹിമസ്സലാത്തു വസ്സലാം. ഇത്രയുമാണ് പിതാമഹന്മാരായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പരമ്പരയിൽ വന്നത്. ഈ പറഞ്ഞതുപോലെ 2-3 വിഭാഗമായിട്ട് ഉലമാക്കൾ അതിനെ വിഹരിച്ച് ഭാഗിച്ച് അതിൽപ്പെട്ട വിശ്വാസയോഗ്യമായതും നമുക്ക് കൃത്യമായി തെളിവുകളും രേഖകളും വരാത്തതുമായിട്ട് അവരതിനെ നമുക്ക് അറിയിച്ചു തന്നു. ഇതാണ് അൽ ഉസ്റത്തുൻ നബവിയ്യ, പ്രവാചകന്റെ കുടുംബം. തുഅറഫു ഉസ്റത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഉസ്റത്തിൽ ഹാഷിമിയ്യ, ഹാഷിമി കുടുംബം എന്ന നിലക്കാണ് ഖുറൈശികളെ കൂട്ടത്തിൽ നിന്നുള്ള തന്നെ ഹാഷിമി കുടുംബം, അതാണ് പ്രവാചകൻ അറിയപ്പെടുന്നത്. നിസ്ബത്തുൻ ഇലാ ജദ്ദിഹി ഹാഷിം ബിനു അബ്ദി മനാഫ്, ഹാഷിം എന്ന് പറയുന്ന ആ പിതാമഹനിലേക്ക് ചേർത്തുകൊണ്ടാണ് ഹാഷിമികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹാഷിം എന്ന് പറയുന്ന ആ പിതാമഹനെയും അദ്ദേഹത്തിനുമായിട്ടുമുള്ള ചരിത്രം ബന്ധങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതും നമുക്കറിയാവുന്നതുമാണ്. ഹാഷിം, ഈ ഹാഷിം എന്ന് പറയുന്ന വഖദ് അസ്ലഫ്ന അന്ന ഹാഷിമൻ ഹുവല്ലദി തവല്ല സിഖായത വറിഫാദത മിൻ ബനി അബ്ദി മനാഫിൻ, അബ്ദു മനാഫിന്റെ മക്കളുടെ കൂട്ടത്തിൽപ്പെട്ട പ്രമുഖനായ പ്രശസ്തനായ കച്ചവടക്കാരനായ സമ്പന്നനായ ഒരു മകനായിരുന്നു ഹാഷിം. ഇദ്ദേഹത്തിന് മക്കയിൽ നിന്നിട്ട് ഷാമിലേക്കും യമനിലേക്കുമുള്ള യാത്രയും കാര്യങ്ങളുണ്ടായിരുന്നു. ഈ ഖുറൈശികളായ ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു കച്ചവട യാത്ര അത് സംഘടിപ്പിച്ച് തുടങ്ങിക്കൊടുത്തത് ഇദ്ദേഹമായിരുന്നു എന്ന ചരിത്രകാരന്മാർ പറയുന്നു. വലിയ സമ്പന്നനായിരുന്നു ഈ ഹാഷിം. അബ്ദു മനാഫി എന്ന് പറയുന്ന പിതാമഹൻ മരണപ്പെട്ടതിൻ്റെ ശേഷം പിന്നീട് കാബ ഷരീഫിൻ്റെ നേതൃത്വവും ഹജ്ജിന് വരുന്ന അവിടേക്ക് അതിഥികളായിട്ട് സന്ദർശിക്കാൻ വേണ്ടുന്ന അതിഥികൾക്കുള്ള സംസം വെള്ളം കുടിപ്പിക്കലും മറ്റുള്ള ഭക്ഷണം കൊടുക്കലും അവർക്ക് സംരക്ഷണം അഭയം കാബ ഷരീഫുമായ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് ഈ ഹാഷിമായിരുന്നു. അങ്ങനെ ഹത്താ തസ്വാലഹ ബനു അബ്ദി മനാഫിൻ വ ബനു അബ്ദി ദാരി അലഖ്തിസാമിൽ മനാസിബി ഫീമാ ബൈനഹുമ, അങ്ങനെ ഈ പറയുന്ന അബ്ദു മനാഫിൻ്റെ മക്കളും അതേപോലെ തന്നെ അബ്ദുദ്ദാറിൻ്റെ മക്കളും കൂടി പരസ്പരം അവരൊരു സന്ധി സംഭാഷണം നടത്തി. അങ്ങനെ അവർ തീർപ്പായ കാര്യമാണ് കാബ ഷരീഫിൻ്റെ അടിയിൽ ഈ കാര്യങ്ങൾ. ഹജ്ജിന് വരുന്ന ആളുകൾക്ക് സഹായം ചെയ്യൽ, അവർക്ക് തീ കത്തിച്ചിട്ട് പ്രകാശം കാണിക്കൽ, അവർക്ക് വഴികാട്ടൽ, അതേപോലെ തന്നെ ഒരു വിഭാഗം ആളുകൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന വേറൊരു വിഭാഗം, സംസം വെള്ളം കുടിപ്പിക്കുന്ന മറ്റൊരു വിഭാഗം, അതിൻ്റെ കാബ ഷരീഫിൻ്റെ ഉള്ളിൽ പുറത്തുള്ള വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആ കാര്യങ്ങൾ വേറൊരു വിഭാഗം. ഇങ്ങനെ അവർ പരസ്പരം അവിടെയുള്ള സേവനങ്ങൾ പരസ്പരം വിഹിരിച്ചെടുത്തിരുന്നു. വക്കാന ഹാഷിമുൻ മൂസിറൻ ദാ ഷറഫിൻ കബീറിൻ, ഈ ഹാഷിം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വളരെ സമ്പന്നനായിരുന്നു, സമൂഹത്തിൽ വളരെ പേരും അംഗീകാരവുമുള്ള ആളായിരുന്നു. വഹുവ അവ്വലു മൻ അത്അമ സരീദ ലിൽ ഹുജ്ജാജി ബിമക്ക, മക്കയിലെ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് ഏറ്റവും ആദ്യം ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആ സംവിധാനം തുടക്കം കുറിച്ചത് ഇദ്ദേഹമാണ്. ഹഷ്മ് എന്ന് പറഞ്ഞാൽ പൊട്ടിക്ക എന്നാണ്. പൊട്ടിക്ക എന്ന് ഉദ്ദേശിക്കുന്നത് വലിയ ഈ പറയുന്ന റൊട്ടികളും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് അത് പൊടിച്ചിട്ട് അതിലേക്ക് കറികളും ഇറച്ചികളും വിഭവങ്ങളൊക്കെ ചേർത്ത് ഹജ്ജിന് വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ആ പണി ഇദ്ദേഹം ചെയ്തിരുന്നു. അതുകൊണ്ട് ഹാഷിം എന്ന പേര് വന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അമ്ർ എന്ന് പറഞ്ഞല്ലോ നമ്മൾ. വക്കാൻ ഇസ്മുഹു അമ്രുൻ ഫമാ സുമ്മിയ ഹാഷിമൻ ഇല്ലാലി ഹഷ്മിഹി അൽ ഖുബ്സ്, അമ്രിന് ഈ പേര് സമൂഹത്തിൽ നിന്ന് കൊടുക്കാൻ കാരണം ഇങ്ങനെ ആളുകൾക്ക് ധാരാളം ഭക്ഷണം വിതരണം ചെയ്യുന്നതിൻ്റെ പേരില്ല. വഹുവ അവ്വലു മൻ സന്ന റിഹലത്തൈനിൽ ഖുറൈശികൾക്ക് 2 യാത്ര, ഒന്ന് യമനിലേക്ക് തണുപ്പ് കാലത്ത്, അതേപോലെ തന്നെ ചൂട് കാലത്ത് ഷാമിലേക്കുള്ള 2 കച്ചവട യാത്ര സംഘടിപ്പിച്ചു കൊടുത്തതും അവരുടെ ജീവിതത്തിൻ്റെ ഉപാധികളും അഭിവൃദ്ധിപ്പെടുത്താൻ നേതൃത്വം കൊടുത്തത് ഈ ഹാഷിമാണ്. റിഹലത്ത ഷിതാഇ വസ്സൈഫ്, ഖുർആനിൽ പറഞ്ഞതുപോലെ വഫീഹി യഖൂലു ഷായിർ അംറുല്ലദി ഹശമ സരീദ ലി ഖൗമിഹി ഖൗമിൻ ബിമക്കത മുസ്നിതീന ഇജാഫി സുന്നത്തി ഇലൈഹി റിഹലത്താനി കിലാഹുമ സഫറു ഷിതാഇ വ റിഹലത്തുൽ അസ്യാഫി. ഹാഷിം എന്ന് പറയുന്ന മനുഷ്യൻ ദരിദ്രരായ ഭക്ഷണ വിഭവങ്ങളൊന്നും ഇല്ലാതെ ഒട്ടിമെലിഞ്ഞ ആളുകൾക്ക്
അവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുത്തുകൊണ്ട് അഭിവൃദ്ധിപ്പെടുത്തിയ ആളാണ് ഹാഷിം. അതേപോലെ തന്നെ 2 തണുപ്പ് കാലത്തൊരു യാത്ര, ചൂട് കാലത്തൊരു യാത്ര, ഇങ്ങനെയുണ്ട് യാത്ര സംഘടിപ്പിച്ചു കൊടുത്ത് കച്ചവടം ബിസിനസ്സും ഒക്കെ തുടങ്ങിക്കൊടുത്ത് അവരുടെ ജീവിത അഭിവൃദ്ധിപ്പെടുത്തിയ ആളാണ് ഹാഷിം എന്ന് പറഞ്ഞു. വമിൻ ഹദീസിഹി അന്നഹു ഖറജ ഇല ഷാമി താജിറ, അദ്ദേഹം കച്ചവടത്തിന് വേണ്ടി ഷാമിലേക്ക് പുറപ്പെട്ടു. ഫലമ്മ ഖദിമൽ മദീനത്ത്, അങ്ങനെ മദീനയിൽ പോകുന്ന വഴിയിൽ കൂടെ മദീനയിൽ കൂടെ പോയപ്പോൾ തസവ്വജ സൽമ ബിൻതി അംറിൻ അഹദി ബനി അദി ഇബ്നു നജ്ജാർ, ബനു നജ്ജാർ ഗോത്രത്തിൽപ്പെട്ട അമ്രി എന്ന് പറയുന്ന മനുഷ്യന്റെ മകളെ അവിടെ വെച്ച് വിവാഹം കഴിച്ചു. യാത്രയിൽ അദ്ദേഹം പോകുന്ന സമയത്ത് മക്കയിൽ അദ്ദേഹത്തിന് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. അതോടുകൂടെ അഖാമ ഇൻദഹ, കുറച്ച് ദിവസം അവിടെ താമസിച്ചു. സുമ്മ ഖറജ ഇല ഷാമി, പിന്നീട് അദ്ദേഹം കച്ചവടത്തിന് വേണ്ടി ഷാമിലേക്ക് പോയി. വഹിയ ഇൻദ അഹ്ലിഹ ഖദ് ഹമലത് ബഅദ ബി അബ്ദുൽ മുത്തലിബ്, അങ്ങനെ ആ സ്ത്രീ സൽമ എന്ന് പറയുന്ന ഭാര്യ ബനു നജ്ജാർ ഗോത്രക്കാരുടെ അടുത്ത്, പിതാവിൻ്റെ അടുത്ത് കുടുംബത്തിൽ അവർ ജീവിച്ചു. അവർ ഗർഭിണിയായി. ആ ഗർഭത്തിലുണ്ടായിരുന്ന കുട്ടിയായിരുന്നു അബ്ദുൽ മുത്തലിബിൻ്റെ പേര് നമ്മൾ പറഞ്ഞു. ഫമാത്ത ഹാഷിമുൻ ബി ഗസ്സ മിൻ അർളി ഫലസ്തീൻ, ഷാമിലേക്ക് കച്ചവടത്തിന് പോയിട്ട് ഫലസ്തീനിലുള്ള ഗസ്സ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് ഹാഷിം രോഗം പിടിച്ച് അവിടെ വെച്ച് മരിച്ചു. ആ കച്ചവട യാത്രയിൽ അങ്ങനെ മരിച്ചു. വലദത് ഇംറഅതുഹു സൽമ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ഈ കുട്ടിയെ ഭാര്യ അദ്ദേഹം മരിച്ചതിന് ശേഷം മദീന വെച്ചിട്ട് പ്രസവിച്ചു. അബ്ദുൽ മുത്തലിബ് മദീനയിലാണ് അദ്ദേഹത്തിന് പ്രസവിക്കപ്പെട്ടത്. സനത്ത 94 ബഅദ 497 വർഷം, അഥവാ മീലാദിൻ്റെ അഥവാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനനത്തിൻ്റെ ശേഷമുള്ള 497 വർഷത്തിൽ. വസമ്മത്തുഹു ഷൈബത്തുൽ ഹംദ്, ആ പറയുന്ന നിരയുണ്ടായിരുന്ന കുട്ടിക്ക് അത് കാരണം ഷൈബത്തുൽ ഹംദ് എന്ന് പേര് വെച്ചു. ലിഷൈബത്തിൻ കാനത്ത് ഫീ റഅസിഹി, തലയിലൊരു നിരയുണ്ടായിരുന്നു പ്രസവിക്കുമ്പോൾ ചെറിയ കുട്ടിയാകുന്ന സമയത്തിന്. വജഅലത് റബ്ബിഹി ഫി ബൈത്തി അബിഹ ഫി യസ്രിബ്, യസ്രിബ് എന്നാണ് മദീനയുടെ ആദ്യത്തെ പേര്, യസ്രിബാണ്, അഥവാ മദീനയിൽ വെച്ച് ആ കുട്ടിയെ പോറ്റി വളർത്തിയ മാതാവ്. വലം യശ്ഉർ ബിഹി അഹദ് മിൻ ഉസ്റത്തിഹി ബി മക്ക, മക്കയിലുള്ള ആർക്കും തന്നെ ഹാഷിമിന് ഇങ്ങനെ മദീനത്തിൽ ഒരു ഭാര്യയുണ്ട്, ഒരു കുട്ടിയുണ്ട് എന്നുള്ള കാര്യം ആരും ഇവിടെ നാട്ടിലാരും അറിഞ്ഞിട്ടില്ല. അദ്ദേഹം പോയി അങ്ങനെ ഫലസ്തീനിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. വക്കാന ലി ഹാഷിമിൻ 4 ബനീന, വേറെ മക്കയിൽ ഭാര്യ 4 കുട്ടികളും ഉണ്ടായിരുന്നു. വഹും അസദുൻ വ അബൂ സൈഫി വ നളല വ അബ്ദുൽ മുത്തലിബ് യഥാർത്ഥത്തിൽ പേരുള്ള വേറെ കുട്ടികളുണ്ടായിരുന്നു. വ 5 ബനാത്തിൻ, പെൺകുട്ടികൾ 5 ഷിഫ, ഖാലിദ, ലഈഫ, റുഖയ്യ, ജന്ന, 5 പെൺകുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ ഖദ് അലിംനാ മിമ്മ അന്ന സിഖാത വ റിഫാത ബഅദ ഹാഷിമിൻ സാറത്ത് ഇലാ അഖീഹി അൽ മുത്തലിബി ബിനി അബ്ദി മനാഫ്. അങ്ങനെ ഹാഷിം കച്ചവടത്തിന് പോയി ഷാമിൽ വെച്ച് മരണപ്പെട്ടതിൻ്റെ ശേഷം പിന്നീട് അദ്ദേഹം ചെയ്തിരുന്ന കാബ ഷരീഫുമായിട്ടുള്ള ഈ സേവനങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്ന മുത്തലിബ് ഏറ്റെടുത്തു. അബ്ദുൽ മനാഫിൻ്റെ മറ്റൊരു മകനാണ് മുത്തലിബ് എന്ന് പറയുന്ന വ്യക്തി ഏറ്റെടുത്തു. അബ്ദുൽ മുത്തലിബ് അല്ല, മുത്തലിബ് എന്ന് പറയുന്ന ആൾ. വക്കാന ഷരീഫൻ മുത്താൻ ദാ ഫളലിൻ ഫി ഖൗമി, ഈ ഹാഷിമിനെ പോലെ തന്നെ മുത്തലിബ് എന്ന് പറയുന്ന മനുഷ്യന് തന്നെ ആ സമൂഹത്തിൽ പേരും ബഹുമാനവും ആദരവും ആളുകളുടെ സ്വീകാര്യതയുമുള്ള ആളായിരുന്നു. കാനത്ത് ഖുറൈശ് തുസമ്മിഹി അൽ ഫയ്യാൽ, അദ്ദേഹത്തിന് ഫയ്യാൽ എന്ന് പേര് കൊടുത്തിരുന്നു. ദാനധർമ്മിഷ്ഠനായിരുന്നു അദ്ദേഹം തന്നെ, ഹാഷിമിനെ പോലെ തന്നെ. വലമ്മാ സാറ ഷൈബ അബ്ദുൽ മുത്തലിബ്, നമ്മൾ ഈ പറയുന്ന അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹനായ അബ്ദുൽ മുത്തലിബ് അഥവാ ഷൈബയായി, വസീഫൻ ഔ ഫൗഖ ദാലിക ബിൻ 7 സിനീൻ ഔ 8 സിനീൻ, 7-8 വയസ്സൊക്കായി നല്ലൊരു പക്വതയുള്ള ഒരു കുട്ടിയായപ്പോൾ സമിഅ ബിഹി അൽ മുത്തലിബ് എൻ്റെ സഹോദരന് ഇങ്ങനെ മദീനയിൽ ഒരു കുട്ടിയുണ്ട് എന്നുള്ള വിവരം അദ്ദേഹത്തിന് എടുത്ത് കിട്ടി. ആ വയസ്സ് 7-8 വയസ്സൊക്കെ ആയ സമയത്താണ് ആ വിവരം കിട്ടുക. കച്ചവടക്കാരെ പോക്കും വരവും യാത്രയിലും അങ്ങനെയായിരിക്കും സ്വാഭാവികമായിട്ട്. അപ്പോൾ മുത്തലിബ് ഈ വിവരം കിട്ടിയപ്പോൾ ഫറഹല ഫി ത്വലബിഹി, എൻ്റെ സഹോദരൻ്റെ കുട്ടിയെ കാണാൻ വേണ്ടി, അങ്ങനെ കുട്ടിയുണ്ടെങ്കിൽ കാണണം, കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തോടുകൂടെ അന്വേഷിച്ചു പോയി. ഫലമ്മാ റആഹു, അങ്ങനെ ഹാഷിമിൻ്റെ ഈ കുട്ടിയെ മുത്തലിബ് കണ്ടപ്പോൾ ഫാളത്ത് ഐനാഹു, കണ്ണ് നിറഞ്ഞൊഴുകി. വളമ്മഹു, ആ കുട്ടിയെ കൂട്ടിപ്പിടിച്ച്, സഹോദരനോടുള്ള ഓർമ്മയും ആ ചിന്തയും ആ സ്നേഹം ആ ബന്ധങ്ങളൊക്കെ. വഅർദഫഹു അല റാഹിലത്തിഹി, അങ്ങനെ ആ കുട്ടിയെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വാഹനത്തിൻ്റെ പുറത്ത് കയറ്റി. അപ്പോൾ ഫംതന, ആ കുട്ടി വിസമ്മതിച്ചു. ഹത്താ തഅ്ദന ലഹു ഉമ്മുഹു, ഉമ്മാരെ സമ്മതല്ലാതെ ഞാൻ പോരൂല, എനിക്ക് ഉമ്മാരോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് വിസമ്മതിച്ചു. അപ്പോൾ ഫസഅലഹൽ മുത്തലിബ് അൻ തുർസിലഹു മഅ, കുട്ടിയെ എൻ്റെ കൂടെ മക്കയിലേക്ക് അയക്കണമെന്ന് പറഞ്ഞ് ഹാഷിമിൻ്റെ ഭാര്യയോട്, സൽമ എന്ന് പറയുന്ന ഈ മുത്തലിബിൻ്റെ ഈ ഷൈബയുടെ മാതാവിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഫംതനഅത്ത്, അവൾ പറഞ്ഞില്ല, പിതാവേതാലും മരണപ്പെട്ടു പോയി, ഇനിയിപ്പോൾ എൻ്റെ കൂടെ നിൽക്കട്ടെ കുട്ടിയല്ലേ. അപ്പോൾ ഫഖാല, ഈ മുത്തലിബ് പറഞ്ഞു, ഇന്നമാ യംളി ഇലാ മുൽക്കി അബീഹി ഇലാ ഹറമില്ലാഹി, അള്ളാഹുവിൻ്റെ പവിത്രമായ കാബ ഷരീഫിൻ്റെ സേവനത്തിനാണ് കൊണ്ടുപോകുന്നത്. ഇവൻ്റെ പിതാവ് ഹാഷിമിനവിടെ വലിയ അധികാരം, ആധിപത്യം, സ്വാധീനം ഉണ്ടായിരുന്ന ആളുകളുടെ ഇടയിൽ, അതൊക്കെ നൽകാനാണ് കൊണ്ടുപോകുന്നത്.
എന്ന് പറഞ്ഞപ്പോൾ ഫഅദിനത് ലഹു, ആ മാതാവ് കുട്ടിക്ക് സമ്മതം കൊടുത്തു. അങ്ങനെ ഫഖദിമ ബിഹി മക്ക മുർദിഫത്ഹു അലാ ബഈരി, മുത്തലിബിൻ്റെ ഒട്ടകത്തിൻ്റെ പുറത്തും കയറ്റിയിട്ട് മക്കയിലേക്ക് ഈ പറയുന്ന ഷൈബയെയും കൊണ്ട് അഥവാ അബ്ദുൽ മുത്തലിബിനെയും കൊണ്ട് മുത്തലിബ് വരികയാണ്. അങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ഫഖാലന്നാസു ഹാദാ അബ്ദുൽ മുത്തലിബ്. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്, എവിടെയെങ്കിലുമൊക്കെ പോയി വരുന്ന സമയത്ത് വാഹനത്തിൻ്റെ പുറത്ത് കുട്ടികളെയും അടിമകളെയും കൊണ്ടുവരും അവർ വാങ്ങിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുത്തലിബ് പോയപ്പോൾ ഇല്ലാതെ തിരിച്ചു വരുമ്പോൾ ഒരു കുട്ടിയെ കണ്ടപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ട് എന്ത് മനസ്സിലാക്കി, ഇത് മുത്തലിബ് പോയിട്ട് വരുമ്പോൾ ഒരു അടിമയെ വാങ്ങിക്കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞിട്ട് അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞ ആൾ വരുന്ന സമയത്ത് അവർക്കറിയൂല ഇത് ഹാഷിമിൻ്റെ കുട്ടിയാണ്, മുത്തലിബ് അങ്ങനെ സഹോദരൻ്റെ കുട്ടിനെ കൊണ്ടുവരികയാണ് എന്നൊന്നും അവർക്കറിയാതെ ജനങ്ങൾ പറഞ്ഞു അബ്ദുൽ മുത്തലിബ്. ഫഖാല വൈഹക്കും, അപ്പോൾ മുത്തലിബ് പറഞ്ഞു നിങ്ങളുടെ നാശം, ഇന്നമാഹു ഇബ്നു അഖി ഹാഷിം, ഇത് എൻ്റെ സഹോദരൻ ഹാഷിമിൻ്റെ മകനാണ്, അവൻ്റെ കുട്ടിയാണ്, അതല്ല ഞാൻ വാങ്ങിയ അടിമയുമൊന്നും അല്ല എന്ന് പറഞ്ഞു. ജനങ്ങൾ അങ്ങനെയാണ്, ഏതെങ്കിലും പേരോട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവരത് മാറ്റൂല, തിരുത്തി കൊടുത്താലും ജനങ്ങളത് തിരുത്തൂല. പൊതുവിൽ ജനങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. ഇന്നമാഹു ഇബ്നു അഖി ഹാഷിം ഫഅഖാമ ഇൻദഹു ഹത്താ തറാഅറ. അങ്ങനെ മുത്തലിബിൻ്റെ അടുത്ത് വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെ ആ കുട്ടി ഈ പറയുന്ന ഷൈബ വളർന്നു വലുതായി. അങ്ങനെ ഹത്താ തറാഅറ, അത് യുവത്ത് കൗമാരത്തിലേക്ക് പിന്നെ യുവത്വത്തിലേക്ക് വന്നപ്പോൾ തുമ്മ ഇന്നൽ മുത്തലിബ് ഹലക്, അങ്ങനെ പിന്നെ മുത്തലിബിൻ്റെ കൂടെ കാബ ഷരീഫിൻ്റെ സേവനം കാര്യം ഖിദ്മത്തുമായിട്ട് അങ്ങനെ നടന്ന് മുത്തലിബ് മരണപ്പെട്ട സമയത്ത് റദ്മാൻ എന്ന് പറയുന്ന യമനിലേക്ക് കച്ചവടത്തിന് പോയ സമയത്ത് മുത്തലിബ് അവിടെ വെച്ച് മരണപ്പെട്ടു. മുത്തലിബ് റദ്മാൻ എന്ന് പറയുന്ന പ്രദേശത്ത്. ഫവല്ല ബഅദഹു അബ്ദുൽ മുത്തലിബ്. അങ്ങനെ പിന്നീട് മുത്തലിബിൻ്റെ ശേഷമാണ് ഹാഷിമിൻ്റെ മകനായ ഷൈബ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹനായ അബ്ദുൽ മുത്തലിബ് പിന്നീട് ഈ സ്ഥാനങ്ങൾ ഏറ്റെടുത്തു. ഫഅഖാമ ലിഖൗമിഹി മാ കാന ആബാഉഹു യുഖീമൂന ലിഖൗം. ഹാഷിമും മുത്തലിബൊക്കെ അവർക്ക് ചെയ്തിരുന്ന സേവനങ്ങളും ദാനധർമ്മങ്ങളും കഅബ ശരീഫിൻ്റെ ബഹുമാനം ആദരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം അതുപോലെ തന്നെ തുടർന്നും നിലനിർത്തി നടത്തി. വശറഫ ഫീ ഖൗമിഹി ശറഫൻ ലം യബ്ലുഹു അഹദുൻ മിൻ ആബാഇഹി. പിതാമഹന്മാർക്കൊന്നും എത്താൻ കഴിയാത്ത ബഹുമാനം ആദരവും അബ്ദുൽ മുത്തലിബ് സമൂഹത്തിൽ നേടി. ജനസേവനങ്ങളും ജനങ്ങൾക്ക് വേണ്ട നല്ല കാര്യങ്ങളും നേതൃത്വപരമായ കാര്യങ്ങളും ചെയ്തുകൊണ്ട് വഅഹബ്ബഹു ഖൗമുഹു വഅദമ ഖതറുഹു ഫീഹിം. ആ ജനങ്ങൾ, മക്കക്കാരായ ആളുകൾ അബ്ദുൽ മുത്തലിബിനെ സ്നേഹിച്ചു. അദ്ദേഹത്തിൻ്റെ കാര്യം അവരിൽ വളരെ ബഹുമാന ആദരവോടുകൂടെ ഉയർന്നു വന്നു. അങ്ങനെ വലമ്മ മാത്തൽ മുത്തലിബ് മരണപ്പെട്ട സമയത്ത് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അബ്ദുൽ മുത്തലിബ് ആ സ്ഥാനത്ത് വേണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. ആളുകൾ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് കൊണ്ടുവന്നു. എങ്കിലും അധികാരത്തിൻ്റെ പേരിൽ അവിടെ നൗഫൽ എന്ന് പറയുന്ന ആൾ ഉണ്ടായിരുന്ന കുടുംബത്തിൽപ്പെട്ട നൗഫലും അവരുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അവർ അബ്ദുൽ മുത്തലിബിൻ്റെ ഈ സ്ഥാനങ്ങളും സ്ഥാനമാനങ്ങളും ലഭിക്കാൻ വേണ്ടിയിട്ട് അവിടെ അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും അധികാര വടംവലികളും അവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഫഗളിബഹു ഇയ്യാഹ, അബ്ദുൽ മുത്തലിബിന് വളരെ ദേഷ്യമായി കാര്യം. അപ്പോൾ ഫസഅല റിജാലൻ മിൻ ഖുറൈശിൻ അൻ നുസ്റത അലാ അമ്മിഹി. നൗഫൽ എന്നാണ് ഒരു കുടുംബത്തിൽപ്പെട്ട ആൾ തന്നെയാണ് നൗഫൽ. അപ്പം നൗഫൽ ഈ കാണിക്കുന്ന കാര്യത്തിൽ അധികാര വടംവലിയുടെ വിഷയത്തിൽ നിങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് എന്നെ സഹായിക്കണമെന്ന് ഖുറൈശിയോട് ആവശ്യപ്പെട്ടു അബ്ദുൽ മുത്തലിബ്. അപ്പോൾ ഫഖാലു, ഖുറൈശികൾ പറഞ്ഞു, ലാ നദ്ഖുലു ബൈനക വബൈന അമ്മിക്ക്, നിൻ്റെയും നിൻ്റെ പിതൃവിൻ്റെ അടിയിലുള്ള വിഷയം കുടുംബകാര്യമാണ്, ഞങ്ങൾ അതിൽ ഇടപെടാൻ വരൂല, അത് നിങ്ങൾ തമ്മിൽ പറഞ്ഞ് പരിഹരിച്ചളിയെന്ന് പറഞ്ഞു. അപ്പോൾ ഫകതബ ഇലാ അഖ്വാലിഹി മിൻ ബനിൻ നജ്ജാർ, മദീനയിലുള്ള യസ്രിബിലുണ്ടായിരുന്ന ബനിൻ നജ്ജാർ ഗോത്രക്കാർ അമ്മാവന്മാരിലേക്ക് അബ്ദുൽ മുത്തലിബ് എഴുതി അബിയാത്തൻ യസ്തൻജിദുഹും, അവരോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പദ്യങ്ങൾ എഴുതി അയച്ചു. ഫസാറ ഖാലുഹു അബൂ സഅദ് ഇബ്നു അദിയ്യൻ ഫി 80 റാക്കിബ. അപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ അമ്മാവനായ അബൂ സഅദ് 10-50ഓളം ആളുകളെയും പടയാളികളെയും പോരാളികളെയും കൂട്ടിയിട്ട് സഹോദരിയുടെ മകന് വേണ്ടിയിട്ട് സഹായത്തിന് വേണ്ടിയിട്ട് മദീനയിൽ നിന്ന് വന്നു. ഹത്താ നസല ബിൽ അബുത്തഹി ബിൻ മക്ക, മക്കയിലുള്ള അബുത്തഹി എന്ന് പറയുന്ന പ്രദേശത്ത് വന്ന് ഇറങ്ങി. അപ്പോൾ ഫതലഖാഹു അബ്ദുൽ മുത്തലിബ് പോയിട്ട് സ്വീകരിച്ചു. ഫഖാല അൽ മൻസിൽ യാ ഖാൽ, അമ്മാവനോട് വീട്ടിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പോൾ ഫഖാല, അമ്മാവൻ പറഞ്ഞു, ലാ വല്ലാഹി ഹത്താ അൽഖാ നൗഫലൻ, നൗഫലിനെ കാണാതെ, നിന്റെ പിതൃവ്യനായ നൗഫലിനെ കാണാതെ ഞാൻ വീട്ടിലേക്ക് വരൂല, എനിക്ക് അവനെ കാണാൻ എൻ്റെ ലക്ഷ്യം. എന്താണ് അവൻ്റെ മായിട്ടുള്ളൊരു തീരുമാനമാകാതെ വീട്ടിലേക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സുമ്മ അഖ്ബല ഫവഖഫ അലാ നൗഫലിൻ, അങ്ങനെ ഈ അബൂ സഅദ് അമ്മാവൻ വന്നിട്ട് നൗഫൽ ഇരിക്കുന്ന സദസ്സിൽ വന്നു. നൗഫൽ ആ സമയത്ത് വഹുവ ജാലിസുൻ ഫിൽ ഹിജ്രി മാ മശായിഖി ഖുറൈശി പ്രമുഖന്മാരുമായ ആളുകളുമായി ഹിജ്ർ ഇസ്മായിൽ നിന്ന് കഅബ ഷരീഫിൽ ഖുറൈശികൾക്ക് കഅബ ഉണ്ടാക്കുന്ന സമയത്ത് പടുത്തുയർത്താൻ കഴിയാതെ അവർ ബാക്കി വെച്ച പ്രധാനപ്പെട്ട സ്ഥലം കഅബയിൽപ്പെട്ടത് തന്നെയാണ്. അത് കഅബയിൽപ്പെട്ടത്. ഇന്നാരെങ്കിലും ഹജ്ജിനൊക്കെ പോകുന്ന സമയത്ത് ആ ഹിജ്റിൻ്റെ ഉള്ളിലേക്ക് ചെന്നാൽ ആ വ്യക്തി കഅബ ഷരീഫിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചതുപോലെയാണ്, ചുമരും വാതിലില്ല എന്നുള്ളതുള്ളൂ. അത് കഅബത്തിൽപ്പെട്ടത്. ഇബ്രാഹിം നബിയുടെ പടുത്തുയർത്തിയ അദ്ദേഹം ഉണ്ടാക്കിയ കഅബയിൽപ്പെട്ട സ്ഥലമാണത്. അങ്ങനെ അവിടെ ഖുറൈശി പ്രമുഖന്മാരെ കൂടെ ഇരിക്കുന്ന സമയത്ത് ആ സദസ്സിലേക്ക് നൗഫലിൻ്റെ അടുത്ത് വന്നിട്ട് ഫസല്ല അബൂ സഅദിൻ സൈഫഹു, അബൂ സഅദ് അദ്ദേഹത്തിൻ്റെ വാൾ ഊരി എന്നിട്ട് പറഞ്ഞു, വറബ്ബിൽ ബൈത്ത്, ഈ കഅബത്തിൻ്റെ റബ്ബ് തന്നെയാണ് സത്യം,
ലഇല്ലം തറുദ്ദ അല ബനി ഉഖ്തി അർകാഹു ലഅംകിനന്ന മിൻക ഹാദ സൈഫ, എൻ്റെ സഹോദരിയുടെ മകനായ അബ്ദുൽ മുത്തലിബിന് അവൻ്റെ അധികാരം അവകാശങ്ങൾ നീ തിരിച്ചു കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ ഈ വാളിന് ഞാൻ നിന്നെ ഒതുക്കി കൊടുക്കും, അഥവാ അതുകൊണ്ട് വെട്ടി തന്നെ പണിയെടുക്കുമെന്ന് പറഞ്ഞു. ഖുറൈശികളുടെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു. അപ്പം നൗഫൽ പേടിച്ചിട്ട് പറഞ്ഞു റദ്ദത്തു ഹാലേ, എല്ലാം തിരിച്ചു കൊടുത്തു. അതിലൊരു കുഴപ്പത്തിനോ ഒരു അക്രമത്തിനോ തയ്യാറില്ലാത്ത. അപ്പോൾ അഷ്ഹദ അലൈഹി മശായിഖ് ഖുറൈശിൻ, ഖുറൈശികളുടെ പ്രമുഖന്മാരായ ആളുകളെ സാക്ഷി നിർത്തി അബൂ സഅദ്. പിന്നീട് അതിൻ്റെ ശേഷം അബ്ദുൽ മുത്തലിബിന് പൂർണ്ണമായിട്ട് അധികാരവും അവിടുത്തെ സ്വാധീനം ആധിപത്യം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വരികയാണ്. ثم نزل على عبد المطلب, അങ്ങനെ പിന്നെ അബൂ സഅദ് അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ പോയി. فأقام عنده 3 ദിവസം അവിടെ താമസിച്ചു. ثم اعتمر ورجع إلى المدينة, ഉംറ ചെയ്ത് മദീനയിലേക്ക് തിരിച്ചുപോയി. അധികാരം സഹോദരിയുടെ മകന് തിരിച്ചു കൊടുത്തു, കുഴപ്പങ്ങളൊക്കെ തീർത്തതിന് ശേഷം. ഫലമ്മ ജറാ ദാലിക, ഇങ്ങനെ ഈ ഒരു സംഭവം നടന്നപ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യക്ഷത്തിൽ ഒരു ആക്രമണത്തിനും എതിർപ്പിനും തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ നൗഫലിന്റെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും, ആ വെറുപ്പുണ്ടാകും. അങ്ങനെ ഈ സംഭവം ഉണ്ടായപ്പോൾ ഹാലഫ നൗഫലുൻ ബനി അബ്ദി ഷംസ് ബിനി അബ്ദി മനാഫിൻ അല ബനി ഹാഷിം, ഈ പറയുന്ന നൗഫൽ ബനു അബ്ദു ഷംസ് ബിൻ അബ്ദു മനാഫ് കുടുംബത്തിൽപ്പെട്ട ഓരോ ആളുകൾ തന്നെയാണ് അവർ. ആ പറയുന്ന അബ്ദു ഷംസിൻ്റെ ആളുകളും അവർ ബനു ഹാഷിമിനോട്ട് ഏത് ആക്രമണങ്ങൾ ഉണ്ടാകുകയാണെങ്കിലും ഞങ്ങൾ തമ്മിൽ പരസ്പരം നമ്മൾ തമ്മിൽ ഒരു ഭാഗമായിരിക്കും എന്ന് പറഞ്ഞ അവർ തമ്മിലുള്ള ഒരു സഖ്യം, നൗഫലും അതേപോലെ തന്നെ അബ്ദു ഷംസ് എന്ന് പറഞ്ഞ ഈ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഒരു സഖ്യമായിട്ട് ബനു ഹാഷിമിന് എതിരായിക്കൊണ്ട്. അപ്പം ഈ രംഗം കണ്ടപ്പോൾ വലമ്മാർ അത് ഖുസാ കാണാണ് നസ്റ ബനി നജ്ജാരിലി അബ്ദുൽ മുത്തലിബ്, ബനി നജ്ജാർ മദീനക്കാർ വന്നിട്ട് അബ്ദുൽ മുത്തലിബിനെ സഹായിക്കുന്ന ഈ രംഗം കാണുക. മക്കയിലുള്ള നൗഫലും അബ്ദു ഷംസും അവരൊരു സഖ്യമായിട്ട് ഇവർക്കെതിരിൽ നിൽക്കുക. ഇത് കണ്ടപ്പോൾ ഫദഖലു ദാറൻ നദ്വത്തി വഹാലഫു ബനി ഹാഷിമിൻ അല ബനി അബ്ദു ഷംസിൻ വനൗഫൽ, അവർ ബനു ഹാഷിമിന് സഹായമായിട്ട് ഇപ്പുറത്ത് മറ്റൊരു മറു സഖ്യമായിട്ട് ഇവിടെയും അടിയുറപ്പിച്ചു നിന്നു. ഒരു വിഭാഗം ഇങ്ങോട്ടും ഒരു വിഭാഗം അങ്ങോട്ടും സഹായികളായിട്ട്. വഹാദൽ ഹൽഫു ഹുവല്ലദീ സാറ സബബൻ ലിഫത്ഹി മക്കത്ത കമാ സയഅതി, അങ്ങനെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോയി മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളുമായിട്ട് ഹുദൈബിയ സന്ധ്യൊക്കെ നടത്തി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ പാടില്ല, നമ്മോട് സഖ്യത്തിലുള്ള ആളുകൾ ആക്രമിക്കാനും പാടില്ല എന്ന കരാറുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഈ പറയുന്ന ഖുസാഅയെ മറ്റുള്ള നൗഫൽ അബ്ദു ഷംസി എന്ന് പറയുന്ന ഖുറൈശികളിൽപ്പെട്ട മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരാളെ ആക്രമിച്ചതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നപ്പോൾ അവർ സഹായത്തിന് വേണ്ടി മദീനയിലേക്ക് വന്ന് അവർക്ക് സഹായിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയാണ് മക്കം ഫത്തഹിന് കാരണങ്ങൾ ഉണ്ടാകുന്നത്. കരാറിന് എതിര് ചെയ്തു എന്നതിൽ ശേഷം പറയും. വമിൻ അഹമ്മി മാ വഖാലി അബ്ദുൽ മുത്തലിബ് മിൻ ഉമൂരിൽ ബൈത്തി ഷൈആൻ, അബ്ദുൽ മുത്തലിബ് മക്കയുടെയും കഅബ ഷരീഫിൻ്റെയൊക്കെ അതിൻ്റെ നേതൃത്വം കാര്യങ്ങൾ ഏറ്റെടുത്തതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് മക്കയിലുണ്ടായിരുന്ന പ്രശസ്തമായ പ്രമുഖമായ 2 കാര്യങ്ങൾ, അതിൽപ്പെട്ട ഒന്ന് സംസം കിണറിനെ, രണ്ടാമത് അതിനെ വീണ്ടും അതിൻ്റെ സ്ഥലങ്ങളൊക്കെ കണ്ട് അത് മൂടപ്പെട്ടിരുന്നു. ജുർഹം എന്ന് പറയുന്ന ഗോത്രക്കാരായിരുന്നു മക്കയിലുണ്ടായിരുന്നത്. അവരെ പിന്നീട് മറ്റുള്ള കബീലക്കാരും കുടുംബങ്ങളും അവരെ ആക്രമിച്ച് ജുർഹമിനെ അവിടുന്ന് പുറത്താക്കുന്ന സമയത്ത് ഈ സംസം കിണറിനെ അവർ മൂടിയിരുന്നു. അവർ പൂർണ്ണമായിട്ട് മൂടിയിട്ട് മക്കക്കാരായ ആളുകൾക്ക് എവിടെയാണ് അതിൻ്റെ സ്ഥലം എന്ന് അറിയാതിരിക്കുമാറുള്ള അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അബ്ദുൽ മുത്തലിബിന് അധികാരം കിട്ടിയതിൻ്റെ ശേഷമാണ് രണ്ടാമത് ആ സംസം കിണറിനെ അതിനെ ശരിയായ രൂപത്തിലേക്ക് കുഴിച്ച് കൊണ്ടുവരുന്നത്. അതൊരു സംഭവവും. അതേപോലെ കാബം തകർക്കാൻ വേണ്ടി അബ്രഹത്തി എന്ന് പറയുന്ന അഭിഷേക്കാനായ യമനിൽ നിന്ന് വന്ന ആ രാജാവിനെയും അവൻ്റെ സൈന്യങ്ങളെയും ആനകളടക്കം അള്ളാഹു നശിപ്പിച്ച മറ്റൊരു സംഭവം. ഇത് അബ്ദുൽ മുത്തലിബിൻ്റെ ഭരണകാലത്താണ് സംഭവിക്കുന്നത്. ഒന്നാമത്തത് അന്നഹു ഉമിറ ഫിൽ മനാമി ബിഹഫിരി സംസം വവുസിഫ ലഹു മൗദിഉഹാൻ, അബ്ദുൽ മുത്തലിബ് മക്കയുടെ കാര്യങ്ങളും നേതൃത്വവും അത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം സ്വപ്നത്തിൽ കാണാണ് സംസം കിണറിനെ അത് രണ്ടാമത് കുഴിച്ചിട്ട് വൃത്തിയാക്കണം, അതിൻ്റെ സ്ഥലം ഇന്ന ഭാഗത്താണ് എന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയിക്കപ്പെട്ടു, സ്വപ്നത്തിൽ അറിയിക്കപ്പെട്ടു. അങ്ങനെ ഫഖാമ യഹ്ഫിർ, ആ സംസം കിണർ ആ നിശ്ചയിക്കപ്പെട്ട സ്ഥലം അദ്ദേഹം അവിടെ കുഴിക്കാൻ തുടങ്ങി. ഫവജദ ഫീഹിൽ അഷ്യാ അല്ലത്തി ദഫനഹ അൽ ജറാഹിമത്തു ഹീന ലജഉ ഇലൽ ജല, ജുർഹും ഗോത്രക്കാർ മക്കയിൽ നിന്ന് പോകേണ്ടി വന്നപ്പോൾ, നിർബന്ധിതരായി പോകേണ്ടി വന്നപ്പോൾ അവർ ഈ പറയുന്ന സംസം കിണറിൽ പല കാര്യങ്ങളും കൊണ്ടുപോയി മൂടിയിരുന്നു, ആയുധങ്ങളായിട്ടും മറ്റ് ശേഷം പറയുന്ന കാര്യങ്ങൾ കൊണ്ടുപോയി മൂടി അത് തകർത്തിരുന്നു. അപ്പോൾ ഈ സംസം കിണർ കുഴിച്ചു നോക്കുന്ന സമയത്ത് അവർ കൊണ്ടുപോയി മൂടിയിട്ട സാധനങ്ങളൊക്കെ അതിൽ നിന്ന് അബ്ദുൽ മുത്തലിബിന് ലഭിക്കുകയാണ്. വാളുകളുണ്ടായിരുന്നു, അങ്കികളുണ്ടായിരുന്നു, അതേപോലെ തന്നെ സ്വർണത്തിനായുള്ള 2 മാനിൻ്റെ രൂപങ്ങളുണ്ടായിരുന്നു. സ്വർണത്തിനായുള്ള 2 മാനിൻ്റെ രൂപങ്ങൾ ആളുകൾ കഅബ ഷരീഫിലേക്കൊക്കെ അന്ന് സംഭാവനയായിട്ട് കൊടുത്ത സാധനങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ആളുകൾ ഒരുക്കി വെച്ചിരുന്ന വാളുകൾ, ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അതിലിട്ട് മൂടി പോയിരുന്നത്, അതൊക്കെ ലഭിച്ചു. അങ്ങനെ അബ്ദുൽ മുത്തലിബും തൻ്റെ കൂടെയുള്ള ആളുകളും ഫളറബൽ അസിയാഫ ബാബലിൽ കഅബ, ആ ഇരുമ്പിനാലുള്ള വാളുകളൊക്കെ അത് കൊണ്ടുപോയിട്ട്
പിന്നെ ഉരുക്കിയിട്ട് കാബ ഷരീഫിനുള്ള നല്ല ശക്തമായ വാതിലുകൾ ഉണ്ടാക്കി, വാളുകൾ കൊണ്ടിട്ട്. വറബ ഫിൽ ബാബി അൽ ഖസാൽ, ആ 2 മാനിൻ്റെ രൂപമുള്ള ആ സ്വർണത്തിനെ കൊണ്ടുപോയിട്ട് സഫാഇഹ മിൻ ദഹബിൻ, സ്വർണത്തിനായുള്ള പാളികൾ ഉണ്ടാക്കി, സ്വർണത്തിൻ്റെ പാളികൾ ഈ പറയുന്ന വാതിലുകൾക്ക് അത് കൊണ്ടുപോയിരിക്കും. അഖാമ സിഖായത സംസം ലിൽ ഹുജ്ജാജ്, ഹാജിമാരായ ആളുകൾക്ക് വേണ്ടി പിന്നീട് ഈ സംസം കുടിപ്പിക്കുന്ന ഈ പണികളും കാര്യങ്ങളൊക്കെ അദ്ദേഹം തുടർന്ന് കൊണ്ടുവരികയും ചെയ്തു. വലമ്മ ബദത്ത് ബിഇർ സംസം, സംസം കിണറൊക്കെ അവിടെ കണ്ടു. ഹാജിമാർക്ക് വെള്ളം കുടിപ്പിക്കലും ഈ സ്ഥാനമാനങ്ങളും അബ്ദുൽ മുത്തലിബിൻ്റെ ഈ ആദരവും ബഹുമാനം കണ്ടപ്പോൾ വീണ്ടും നാസഅത്ത് ഖുറൈശ് അബ്ദുൽ മുത്തലിബ്, അധികാരത്തിൻ്റെ വടംവലികൾ സ്വാഭാവികമായിട്ടും അതിൽ വീണ്ടും അവർ തർക്കിക്കാൻ വേണ്ടി വന്നു. അവർ പറഞ്ഞു അശ്വരിക്കന, ഞങ്ങളും ഈ സ്ഥാനമാനങ്ങൾ ഞങ്ങളും നിങ്ങളെ കൂടെ ഈ അധികാരം കാര്യങ്ങൾ ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു മാ അന ബിഫായിൽ, ല, നിങ്ങൾക്ക് അതിലുള്ള അധികാരമില്ല, ആ പറയുന്ന ഉത്തരവാദിത്വം ബാധ്യതയും അതൊക്കെ എനിക്ക് മാത്രമാണ് എന്ന് പറഞ്ഞു. അത് അമ്രുൻ ഖുസിസ്തുബി, ഇത് പ്രത്യേകമായി എനിക്ക് ലഭിച്ചതാണ്, സ്വപ്നം അദ്ദേഹത്തിന് കാണിക്കപ്പെട്ടതാണ്, അദ്ദേഹം അത് കുഴിച്ച് അതിൽ നിന്നിട്ട് ഈ കാര്യങ്ങൾ പിന്നെ സംസം അവിടെ വെളിവായതാണ്. ഫലം യത്തുറുക്കുവോ, എങ്ങനെയാണെങ്കിലും ഖുറൈശികൾ അദ്ദേഹത്തിന് ഒഴിവാക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഹത്താ ഖറജു ബിഹി ലിൽ മുഹാകമത്തി ഇലാ കാഹിനത്തി ബനി സാദിൻ ഹുദൈം, ഹുദൈം എന്ന് പറയുന്ന ഷാമിൻ്റെ ആ ഭാഗത്തുണ്ടായിരുന്ന ഈ പറയുന്ന പിന്നെ കഹാനത്ത് ചെയ്യുന്ന, കഹാനത്തി എന്ന് പറഞ്ഞാൽ പിന്നെ മറഞ്ഞ കാര്യങ്ങളും ചെയ്യുന്ന ജ്യോത്സ്യൻ, ഒരു ജ്യോത്സ്യ സ്ത്രീ ഉണ്ടായിരുന്നു, ജ്യോത്സ്യപ്പണി ചെയ്യുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അറബികളായ ആളുകൾ പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ കേസുകളോ അതല്ലെങ്കിൽ ഏതെങ്കിലും കളവ് സ്വത്തുകളോ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പറയുന്ന സ്ത്രീയെ സമീപിക്കലുണ്ടായിരുന്നവർ. ഹുദൈം ഗോത്രക്കാരുടെ ബനു സാദി എന്ന് പറയുന്ന ആ ഗോത്രക്കാരുടെ കുടുംബത്തിൽപ്പെട്ട ജ്യോത്സ്യ സ്ത്രീയായിരുന്നു. അവിടെ പോയിട്ട് നമുക്കിതിനൊരു പരിഹാരം കാണണം എന്നവർ നിർബന്ധിച്ചു. ഷാമിൻ്റെ ഭാഗത്തായിരുന്നു. അങ്ങനെ അബ്ദുൽ മുത്തലിബ് സമ്മതിച്ചുകൊണ്ട് അവരെ കൂടെ ഈ പറയുന്ന സ്ത്രീയെ കാണാൻ വേണ്ടി പോകുന്ന വഴിയിൽ വനഫദൽ മാഉ, അവർക്കുള്ള കൊണ്ടുപോയ വെള്ളമൊക്കെ തീർന്നപ്പോൾ സഖല്ലാഹു അബ്ദുൽ മുത്തലിബി മത്തറൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല അബ്ദുൽ മുത്തലിബിനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കും പ്രത്യേകമായി ഒരു മഴ വർഷിപ്പിച്ചു കൊടുത്തു. മഴ വലം യൻസിൽ അലൈഹിം ഖത്ര, തൻ്റെ എതിർപക്ഷത്തുള്ള ആളുകൾക്ക് ഒരു തുള്ളി വെള്ളം അതിൽ ലഭിച്ചതുമില്ല, അവരുള്ള ഭാഗത്ത് മഴ ലഭിച്ചതുമില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി അബ്ദുൽ മുത്തലിബിൻ്റെ പ്രത്യേകത. അപ്പോൾ ഫഅറഫു തഖ്സീസ് അബ്ദുൽ മുത്തലിബി ബി സംസം വറജഉ, അപ്പോൾ ഈ സംസവും ഈ പറയുന്ന കാര്യങ്ങൾക്ക് അബ്ദുൽ മുത്തലിബിന് നമുക്കില്ലാത്ത പ്രത്യേകത ഉണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് എന്ന് മനസ്സിലാക്കിയിട്ട് ഇനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ ആവശ്യം പരിഹാരമായി എന്ന് അങ്ങനെ മടങ്ങിയിരുന്നു. വഹീന ഇതിൻ നദറ അബ്ദുൽ മുത്തലിബ്, അപ്പോൾ അബ്ദുൽ മുത്തലിബ് അവിടെ വെച്ച് ഖുറൈശികളുടെ ഭാഗത്തിൻ്റെ അധികാരത്തിൻ്റെ പേരിലും മറ്റുള്ള കുടുംബങ്ങളിൽ നിന്നൊക്കെ ആക്രമണങ്ങളും ഉപദ്രവങ്ങളും എതിർപ്പുകളും സ്വാഭാവികമായിട്ടുണ്ടാകും. അങ്ങനെ ഉണ്ടായപ്പോൾ അബ്ദുൽ മുത്തലിബ് അങ്ങനെ ഒരു സത്യം ചെയ്തു, ഇൻ ആതാഹുല്ലാഹു അശറത്ത അബ്ന, 10 മക്കൾ അള്ളാഹു എനിക്ക് നൽകുകയാണെങ്കിൽ, വബലഗു അൻ യംനഊഹു, ഈ ആളുകൾ ഉപദ്രവിക്കുമ്പോൾ അവരിൽ നിന്നിട്ട് എന്നെ തടയാൻ, എനിക്ക് സംരക്ഷണം ഒരുക്കാൻ ഈ മക്കൾ തയ്യാറാകും ചെയ്തു, അവർക്ക് അതിൻ്റെ പ്രായമെത്തിയാൽ ലയൻ ഹറന്ന അഹദഹും ഇൻദൽ കാബ, ഈ മക്കളിൽപ്പെട്ട ഒരാളെ കാബ ഷരീഫിൻ്റെ അടുത്ത് വെച്ച് ഇബ്രാഹിം നബി ഇസ്മായിൽ നബിന് ചെയ്തതുപോലെ അള്ളാഹുവിന് വേണ്ടി ബലിയറുക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊരു നേർച്ച. ഉപദ്രവങ്ങൾ മറ്റുള്ള ആളുകളിൽ നിന്ന് ധാരാളം ഉണ്ടായപ്പോൾ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 10 മക്കളെ തരികയും അവർ ആരോഗ്യം പ്രാപ്തിയൊക്കെ വന്നിട്ട് മറ്റുള്ളവരുടെ ഉപദ്രവം ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ വെച്ച് എനിക്ക് പ്രതിരോധിക്കാനും സഹായിക്കാനും ഈ മക്കൾ തയ്യാറാകാനും, മക്കളുണ്ടായാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്, മാതാപിതാക്കൾക്ക് സഹായികളായി നിൽക്കുകയാണ് അവർ വേണ്ടത്. അങ്ങനെ അവർ തയ്യാറാകുകയാണ് എന്നുണ്ടെങ്കിൽ കാബ ഷരീഫിൻ്റെ അടുത്ത് വെച്ച് അതിൽപ്പെട്ട ഒരു കുട്ടിയെ ഞാൻ അള്ളാഹുവിന് ബലിയായിട്ട് അറുത്തു കൊടുക്കും എന്ന് അവിടെ വെച്ച് നേർച്ച ചെയ്തു അബ്ദുൽ മുത്തലിബ്. പിന്നെ രണ്ടാമത്തത് അബ്രഹത്തിൻ്റെ ആ സംഭവമാണ്. അന്ന അബ്രഹത്ത് ഇബ്നു സബ്ബാഹിൽ ഹബഷി, ഹബഷിയിലുണ്ടായിരുന്ന അബ്രഹത്തി എന്ന് പറയുന്ന മനുഷ്യൻ, അന്നായിബുൽ ആമു അനിൻ നജ്ജാശി അലൽ യമൻ, യമനിൻ്റെ കാര്യങ്ങളിലേക്കുള്ള നജ്ജാശി രാജാവിൻ്റെ അറ്റോർണി ജനറൽ അഥവാ ഗവർണർ എന്ന് പറയുന്ന സ്ഥാനക്കാരനായിരുന്നു. യമനിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഹബഷിയിലുണ്ടായിരുന്ന നജ്ജാശി രാജാവ് ഏൽപ്പിച്ച ആളായിരുന്നു അബ്രഹത്ത് ഇബ്നു സബ്ബാഹ് എന്ന് പറയുന്ന മനുഷ്യൻ. ഹബഷിക്കാരനായിരുന്നു ആ വ്യക്തിയും. അങ്ങനെ ലമ്മാർ അൽ അറബ യഹുജൂനൽ കാബത്ത, കാബ ഷരീഫിൻ്റെ അങ്ങോട്ട് ഹജ്ജിന് പോകുന്ന ഹിജാസിലുള്ളയും അറേബ്യൻ നാടുകളിലുള്ള ആളുകൾ മുഴുവനും കാബ ഷരീഫിൻ്റെ അടുത്തേക്ക് ഹജ്ജിനും ഉംറക്കും സന്ദർശനത്തിനും പോവുക, അങ്ങോട്ട് സമ്മാനങ്ങളും ഹദിയകളും കൊണ്ടുപോവുക, അതിനെ പ്രത്യേകമായി പരിഗണിക്കുക. ഖുറൈശികൾക്ക് അതിൻ്റെ പേര് ബഹുമാനം, ആദരവ്. ഇത് കണ്ടപ്പോൾ ഈ മനുഷ്യൻ ബന കനീസത്തൻ കബീറത്തൻ ബി സൻആ, സൻആയിൽ വലിയ ഒരു അമ്പലം, ഒരു സ്ഥാപനമുണ്ടാക്കി. എന്നിട്ട് അറാദ അൻ യസ്രിഫ ഹജ്ജൽ അറബി ഇലൈഹ, ആ ഭാഗത്തു നിന്നൊക്കെ ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് കാബയിലേക്ക് വരുന്ന ആളുകളൊക്കെ സൻആയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കാനും തുടങ്ങി, അങ്ങോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ ആ സ്ഥാനം, ആ ബഹുമാനം, ആ ആദരവും ആ നാട്ടുകാരായി അവർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനൊരു സംഭവം ചെയ്തപ്പോൾ ബനു കിനാനയിൽപ്പെട്ട ഒരു മനുഷ്യൻ ഈ സംഭവം അറിഞ്ഞു. അപ്പോൾ ഫദഖലഹാ ലൈലൻ ഫലതഖ ഖിബ്ലതഹാ ബിൽ അസ്റ, അപ്പോൾ ബനു കിനാന എന്ന് പറഞ്ഞാൽ ഖുറൈശി അറബികൾ ഈ ഭാഗത്തുള്ള
ആ മനുഷ്യൻ സൊന്നയിൽ ഇങ്ങനെ സംഭവം ചെയ്തു, കഅബ ഷരീഫിനെ തകർക്കാൻ വേണ്ടി, കഅബ ഷരീഫിൻ്റെ ആദരവ് നശിപ്പിക്കാൻ വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ പറയുന്ന സൊന്നയിലുണ്ടാക്കിയ ആ ആരാധനാലയം രാത്രി സമയത്ത് കടന്നു ചെന്നിട്ട് കാസ്റ്റും വാറതും കൊണ്ടുപോയിട്ട് പുരട്ടിയിട്ട് ഒരു ഉറപ്പുണ്ടാക്കുന്ന പണികൾ. അവർ ചെയ്തത് തെറ്റാണെന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ തെറ്റിനെ ഇതുപോലത്തെ തെറ്റുകൾ കൊണ്ടല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം, അതിൻ്റെ പിന്നിലുള്ള ഭവിഷ്യത്തുകളൊക്കെ. അവർ ഒരു കൂട്ടർ തെറ്റ് ചെയ്തു എന്ന് കരുതിയിട്ട് അതുപോലത്തെ ഒരു തെറ്റ് കൊണ്ടല്ല അതിനെ നമ്മൾ പ്രതിരോധിക്കേണ്ടതും പ്രതികരിക്കേണ്ടതും. അതിന് നല്ല മാർഗങ്ങൾ വേറെയുണ്ട് താൻ. വലമ്മ അലിമ അബ്രഹത്ത് ബിദാലിക സാറവയുഹു, സ്വാഭാവികമായിട്ടും അവരുടെ ഇത്ര ബഹുമാനാദരവോടെ ഉണ്ടാക്കിയ ആരാധനാലയത്തിലെ ഇങ്ങനെ ഒരാൾ ബനൂഖിനായ കുറേശികൾപ്പെട്ട ഒരാൾ ഇങ്ങനെ ചെയ്തു എന്നറിഞ്ഞപ്പോൾ ദേഷ്യം കൊണ്ട് ആ മനുഷ്യൻ തളർച്ചു മറിഞ്ഞു. വസാറ ബിജയ്ഷിൻ അറം റമിൻ അതദുഹു സിത്തൂന അൽഫ് ജുന്തി, 60,000 സൈന്യങ്ങളുമായിട്ട്, ആർക്കും എതിർക്കാനും തടുക്കാനും കഴിയാത്ത വലിയ സൈന്യങ്ങളുമായിട്ട് കഅബ ഷരീഫ് വിളിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വരെ. നമ്മുടെ ആരാധനാലയത്തിൽ അവരിങ്ങനെ ചെയ്തു എന്നുണ്ടെങ്കിൽ ആരാധനാലയം വേണ്ട, അവരും വേണ്ട, അവർക്കൊരിക്കലും നേരിടാൻ കഴിയാത്ത, തടുക്കാൻ കഴിയാത്ത വമ്പിച്ച സൈന്യവുമായിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഈ അബ്രഹത്ത് വരികയാണ്. ഒരു മനുഷ്യൻ ചെയ്ത ഒരു തെറ്റിന് കാരണമാണ് ഇത്ര വലിയ ആക്രമണങ്ങൾ. വസാറ ബിജയ്ഷൻ അറം റമിൻ, അറം റമിൻ എന്ന് പറഞ്ഞാൽ ആർക്കും തടുക്കാൻ കഴിയാത്ത വമ്പിച്ച ഒരു സൈന്യം എന്നാണ്. 60,000-ഓളം വരുന്ന സൈന്യങ്ങൾ. ഇലൽ കഅബത്തി, കഅബ ഷരീഫിൻ്റെ അടുത്തേക്ക് യഹദിമഹ, അതിനെ പൊളിക്കാൻ വേണ്ടി. വഖ്താൽ നഫ്സിഹി ഫീലമിൻ അക്ബരിൽ ഫീല, വലിയ ആനകളുണ്ടായിരുന്നു. ഈ പറയുന്ന അബ്രഹത്ത് അവന് മാത്രം സഞ്ചരിക്കാനും യാത്ര ചെയ്യാനായിട്ട് വലിയ ഒരു ആനയെ അത് കരുതിയിരുന്നു. വക്കാന ഫിൽ ജേഷി തിസ്അത്തു ഫീലത്തിൻ ഔ തലാസത്തു അശ്റ ഫീല, 9 അതല്ല 13ഓളം ആനകൾ ഉണ്ടായിരുന്നു. കഅബ ഷരീഫിനെ അവർ 4 ഭാഗത്തേക്കും കയറ് കെട്ടിയിട്ട്, അതിൻ്റെ ചുമരിൽ കയറ് കെട്ടിയിട്ട് ഈ ആനകളുടെ തുമ്പിക്കൈയിൽ കൊടുത്ത് 4 ഭാഗത്തിൽ കൂടെ ഒരേ സമയത്ത് അതിൻ്റെ ചുമരുകളെ തകർക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു എന്ന് പറയും. അങ്ങനെ വാസല സൈറഹു ഹത്താ ബലഗൽ മുഗമ്മസ്, മുഗമ്മസ് എന്ന് പറയുന്നത് പിന്നെ യമനിൻ്റെയും മക്കയുടെയും ഇടയിലുള്ള പ്രദേശമാണ്. അവിടെ എത്തി ഈ സംഘം യാത്ര ചെയ്തു. വഹുനാക്ക അബ്ബ ജയ്ഷഹു വഹയ്യ അഫീലഹു, അവൻ്റെ സൈന്യങ്ങളിൽ വീണ്ടും അവൻ പട്ടാളക്കാർ അതിലേക്ക് കൂട്ടി അവൻ്റെ ആനകളെയൊക്കെ തയ്യാറാക്കി. വതഹയ്യ അലി ദുഖൂലി മക്ക, മക്കയിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അബ്രഹത്തും അവൻ്റെ സൈന്യങ്ങളും തയ്യാറായി. ഫലമ്മ കാന ഫി വാദി മുഹസ്സർ ബൈനൽ മുസ്ദലിഫത്തി മിന, മിനയുടെയും മുസ്ദലിഫയുടെയും ഇടയിലെ വാദി മുഹസ്സർ അറിയപ്പെട്ടതാണ്, ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് കാണാൻ കഴിയുന്ന സ്ഥലമാണ്. അവിടെ എത്തിയപ്പോൾ ബറക്കൽ ഫീൽ, ആ പറയുന്ന ആന അത് മുട്ടുകുത്തി, മുന്നോട്ട് പോകാതെ വിസമ്മതിച്ച് അത് മുട്ടുകുത്തി. വലം യഖും ലിയഖ്ദുമ ഇൽ കഅബ, കഅബ ഷരീഫിൻ്റെ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറായി, അത് എണീറ്റില്ല. വക്കാനു കുല്ലമ വജ്ജഹുഹു ഇലൽ ജനൂബി അവി ശിമാലി അവി ശർഖ്, കിഴക്ക് ഭാഗത്തേക്കോ തെക്ക് ഭാഗത്തേക്കോ പടിഞ്ഞാറ് ഭാഗത്തേക്കോ ആ ആനയെ അവർ മുന്നടിച്ചാൽ യഖൂമു യുഹർവിൽ, ഓടിക്കൊണ്ട് നടക്കുക. രോഗമോ അസുഖമൊന്നുമല്ല അതിനുള്ളത്. വഇദാ സറഫുഹു ഇൽ കഅബത്തി ബറക്, കഅബ ഷരീഫിൻ്റെ ഭാഗത്തേക്ക് അതിനെ തിരിച്ചാൽ അത് മുട്ടുകുത്തും, മുന്നോട്ട് പോകൂല. ആന ബുദ്ധിയില്ലാത്ത ജീവിയായ ആന. ഫബൈനമാഹും കദാലിക്, അങ്ങനത്തെ ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയാതിരിക്കുന്ന ആ അവസ്ഥയിൽ ഇത് അർസലല്ലാഹു അലൈഹിം ത്വയ്റൻ അബാബീൽ, സൂറത്തുൽ ഫീലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അബാബീൽ എന്ന് പറയുന്ന പക്ഷികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ ശിക്ഷയായിട്ട് അയക്കുകയാണ്. തർമീഹിം ബി ഹിജാറത്തിൻ മിൻ സിജ്ജീൽ, നരകത്തിൽ വെച്ച് ഒരുക്കി തയ്യാറാക്കപ്പെട്ട, അവരുടെ പേരുകൾ പോലും അതിന്മേൽ എഴുതപ്പെട്ടത് എന്നൊക്കെ ചില തഫ്സീറിൽ ചില ഭാഗത്തുണ്ട്. അങ്ങനത്തെ കല്ലുകൾ കൊണ്ട് അവരെ എറിയുന്ന പക്ഷികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു എന്നുള്ളത്. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, കാലികൾക്ക് കൊടുത്ത വൈക്കോലുകളും പുല്ലുകളും അത് തിന്നു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവശിഷ്ടമായി ബാക്കി വെച്ചതുപോലത്തെ അവസ്ഥയിൽ ഇത്ര ശക്തരായ സൈന്യങ്ങളായി. സുബ്ഹാനല്ലാഹ്. കഅസ്ഫിൻ മഅകൂൽ. വകാനത്ത് ത്വയ്റു അംസാലൽ ഖതാതിഫി, വകാനത്തിൽ അത്വയ്റു അംസാലൽ ഖതാതിഫ്, ഖതാതിഫ് എന്നാണ് അറിയപ്പെട്ട പക്ഷികളെ വൽ ബുൽസാൻ, അത് പറയുന്നുണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അതിൻ്റെ രൂപം കാര്യം പറയുന്നതുണ്ട് തഫ്സീറിൽ. മാകുല്ലി ത്വാഇരിൻ സലാസത്തു അഹ്ജാർ, എല്ലാ ഓരോ പക്ഷികളുടെ കൂടെയും 3 കല്ലുകൾ, ഒന്ന് അതിൻ്റെ കൊക്കിലും 2 അതിൻ്റെ ഓരോ കാലിലുമായിരുന്നു. അംസാൽ ഹുമ്മുസ് എന്ന കടലമണി പോലത്തെ വലിപ്പമുള്ളത്. കടലും ശത്രുക്കളായ ആളുകൾ കൊണ്ടുവന്നത് ഈ ഭൂമിയിലുള്ള ഏറ്റവും വലിയ ജീവിയായ ആനനെയും കൊണ്ടാണ് വന്നത്. അഹങ്കാരത്തോടു കൂടെയാണ് വന്നത്. എന്തും ചെയ്യാന്നുള്ളത്, തകർക്കാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കടലിൻ്റെ ഭാഗത്തിൽ നിന്നാണ് ഈ പക്ഷികൾ വന്നു എന്നാണ് പറയപ്പെടുന്നത്. തഫ്സീറിൽ അങ്ങനെ കാണുന്നു. കടലിൻ്റെ ഭാഗത്തിൽ വളരെ ചെറിയ പക്ഷികൾ, അതിൻ്റെ കൊക്കിലും കാലിലുമായിട്ട് കടലമണി പോലത്തെ കല്ലുകൾ മാത്രം, വലിയ വലിപ്പമൊന്നും വേണ്ട. ശത്രുക്കൾ എത്ര വലിയ അഹങ്കാരത്തോടു കൂടി എന്ത് തന്നെ പറയുന്നുണ്ടെങ്കിൽ മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങളായ ആളുകളുടെ മനസ്സ് എപ്പോഴും അള്ളാഹുവിലേക്ക് മുന്നിടാണ് വേണ്ടത്, അള്ളാഹുവിനെ പ്രതീക്ഷിക്കുകയാണ് വേണ്ടത്. അബ്ദുൽ മുത്തലിബും കൂടെ ഉണ്ടായിരുന്ന ആളുകളും അവർ ശരിക്കും ശിർക്ക് ചെയ്യുന്ന ആളുകളായിരുന്നു, അവർ മുശ്രിക്കീങ്ങളായിരുന്നു. ഈ ആക്രമിക്കാൻ വേണ്ടി വന്ന ആളുകൾ നസാറ മതക്ക, അന്ന് മുസ്ലിമീങ്ങളായിരുന്നു, ഇവർ മുസ്ലിമീങ്ങളായിരുന്നു. ഈ ആക്രമിക്കാൻ വേണ്ടി വന്ന അബ്രഹത്തും ആളുകൾ
അവർ മുസ്ലിമീങ്ങളായിരുന്നു അന്നത്തെ നസാറാക്കൾ. അതോടുകൂടെ അള്ളാഹുവിൻ്റെ പവിത്രമായ ഭവനത്തെ ആക്രമിക്കാൻ വേണ്ടി വന്ന ശക്തരാണ്, ഞങ്ങളെല്ലാത്തിനും തയ്യാറാണ്, ഞങ്ങളെല്ലാത്തിനും കഴിവുള്ളവരാണ്. അവരോട് നേരിടാൻ മനുഷ്യർക്കാർക്കും കഴിവില്ലാത്ത നിസ്സഹായ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു അവരെ നശിപ്പിക്കാൻ വേണ്ടി ഇത്ര ചെറിയ അവൻ്റെ സൈന്യങ്ങളെയാണ് പറഞ്ഞയച്ചത്. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. മഅകൂൽ എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കപ്പെട്ടതിൻ്റെ ശേഷം പുല്ലുകളും വൈക്കോലുകളും ആലകളിലും തൊഴുത്തുകളിലും എങ്ങനെ കടക്കുന്നു, കാലികൾക്ക് പോലും വേണ്ടാതെ, കാലികൾക്ക് പോലും മണത്ത് നോക്കും കാലികൾ, പക്ഷെ അത് വേണ്ട, അത് പിന്നെ കഴിക്കൂല, പുല്ലും വൈക്കോലൊക്കെ. അങ്ങനത്തെ നീചരും നികൃഷ്ടരുമായ ആർക്കും പറ്റാത്ത കാലികൾ ചവിട്ടിമതിക്കുന്ന, അത് മൂത്രമൊഴിക്കുന്ന, കാഷ്ടിക്കുന്ന, ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു ഇവരാക്കി തീർത്തു എന്നുള്ളതാണ്. ലാ തുസീബു മിൻഹും അഹദൻ ഇല്ലാ സ്വാറത് തൻഖതിഉ അഅ്ളാഉഹു വഹലക്. ആ കല്ല് ആർക്കൊക്കെ കൊള്ളണോ അവൻ്റെ അവയവങ്ങളും ശരീരത്തിൽ നിന്ന് അവയവങ്ങളൊക്കെ മുറിഞ്ഞിട്ട് അവൻ്റെ കെണുപ്പുകളൊക്കെ മുറിഞ്ഞ് പിരിഞ്ഞു പോകുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ നശിക്കുകയായിരുന്നു. എല്ലാവരും മരിച്ചിട്ടില്ല, എല്ലാവർക്കും ഈ പറയുന്ന ശിക്ഷ എത്തിയില്ല. കുറേ ആളുകൾ അവർ പേടിച്ചു ഓടിപ്പോയി. വഖറജു ഹാരിബീൻ യമൂജു ബഅദുഹും ഫി ബഅദ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കുകളും കാര്യങ്ങളും. ഫതസാഖതു ബികുല്ലി ത്വരീഖിൻ വഹലകു അലാ കുല്ലി മൻഹൽ. എല്ലാ വഴിയിലും അവർ പരസ്പരം തിരക്ക് കൂടുതലായിട്ട് അതിൽപ്പെട്ടിട്ട് കുറേ ആളുകൾ അങ്ങനെ നശിച്ചു. അബ്രഹത്ത് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഫബഅസല്ലാഹു അലൈഹി ദാഅൻ തസാഖത ബിസബബിഹി അനാമിലു. ഒരു രോഗമാണ് അവന് കൊടുത്തത്. അത് കാരണം അവൻ്റെ കയ്യിൻ്റെ ഈ പറയുന്ന മുമ്പ് ഒരു അസുഖമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ. എന്താണ് കയ്യിൻ്റെ വിരലുകളും കണുപ്പുകളൊക്കെ മുറിഞ്ഞു പോകുന്ന കുഷ്ഠം എന്ന് പറയുന്ന രോഗം, കുഷ്ഠം എന്ന് പറയുന്നു. അങ്ങനത്തെ ഒരു അസുഖം കൊടുത്തിട്ട് അവൻ്റെ കയ്യിൻ്റെയും കാലിൻ്റെയൊക്കെ വിരലുകളൊക്കെ മുറിഞ്ഞു കണുപ്പുകൾ മുറിഞ്ഞു പോകുന്നു. വലം യസിൽ ഇലാ സ്വൻആ ഇല്ലാ വഹുവ മിസ്ലുൽ ഫറഖ്. ഒരു മരണത്തിനോട് അടുത്ത് നിൽക്കുന്ന, ജീവൻ പോകാൻ അടുത്ത് നിൽക്കുന്ന ഒരു പക്ഷിക്കുഞ്ഞിനെ പോലത്തെ നിസ്സഹായതയിലായ ബലഹീനമായിട്ട് വൻസ്വദഅ സദ്റുഹു അൻ ഖൽബിഹി സുമ്മ ഹലക്. അങ്ങനെ അവൻ്റെ നെഞ്ഞ് പിളർന്ന് അവൻ അവിടെ വെച്ച് നശിച്ചു എന്നുള്ളതാണ്. ഈ സംഭവം ഖുറൈശികൾ ഈ പറയുന്ന സൈന്യങ്ങൾ വരുന്ന സമയത്ത് അമ്മ ഖുറൈശുൻ ഫകാനു ഖദ് തഫറഖു ഫി ശിആബ്. അവർ മലഞ്ചെരുവുകളിലേക്കൊക്കെ പേടിച്ച് അഭയം തേടിപ്പോയി എന്നുള്ളത്. ഈ പറയുന്ന പക്ഷികളെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയൊക്കെ പറയുന്നത്, കസീറുൻ മിനൽ മുഫസ്സിരീൻ ഇഅ്തബറഹ അൽ ഖതാതീബ് വമിൻഹും മൻ ഖാല ഇന്നഹ അൽ ബൽസാൻ. ബൽസാൻ എന്ന് പറഞ്ഞാൽ ഇത് ഒരു സൈസ് പക്ഷികളാണ്, കടലിൻ്റെ ഭാഗത്തിൽ നിന്ന് വന്നതാണ്. സറാസീർ എന്നൊക്കെ പറയുന്ന വളരെ ചെറിയ രൂപത്തിലുള്ള ഒരു സൈസ് പക്ഷികളാണ്. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അബാബീൽ എന്ന് പറയുന്നത് ത്വയ്റുൻ ലഹ ഖറാത്തീമു ക ഖറാത്തീമി ത്വയ്ർ. പക്ഷിയുടെ ഒരു സൈസ്, അതിന് എന്താ പറയുക, പിന്നെ ഖുർത്തൂം എന്ന് പറയുന്ന അതിൽ ചെറിയ മൂക്കിൻ്റെ ഭാഗത്ത്, കൊക്കിൻ്റെ ഭാഗത്ത് കുറച്ച് നീളം ഉള്ള ഒരു സൈസ് പക്ഷികളാണ്. അകുഫുൻ ക അകുഫിൽ കിലാബ്. നായികളെ കൈകൾ പോലത്തെ കൈകൾ. വലഹ റുഊസുൻ ക റുഊസി സിബ. പിടിമൃഗങ്ങളുടെ തലകൾ പോലത്തെ തലകളൊക്കെ ഉള്ള രൂപത്തിലാണ് എന്ന് അല്ലാഹു അലം. പിന്നെ അതിൻ്റെ നിറം വെളുത്ത നിറത്തിലാണ്, അതെല്ലാം കറുപ്പാണ് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നു. ഈ പക്ഷികൾ കടലിൻ്റെ ഭാഗത്തിൽ നിന്നാണ് വന്നത് എന്നാണ് ബഹുഭൂരിഭാഗം മുഫസ്സിറുകളും പറയുന്നത്. കാന യഹ്മിലു അഹ്ജാറൻ അൽഖത് ബിഹാ അലാ റുഊസി ഖുവാത്തി അബ്രഹ. അബ്രഹത്തിൻ്റെ സൈന്യങ്ങളുടെ തലയിൽ കൊണ്ടുപോയിരുന്ന കല്ലുകളും ചുമന്നുകൊണ്ടാണ്. വദുക്കിറ അന്ന ഹാദിഹിൽ അഹ്ജാറ കാനത് തുസീറുൽ ഹക്കത ഫി അബ്ദാനിഹിം. ഈ പറയുന്ന കല്ലുകൾ അവരുടെ ശരീരത്തിൽ ചെന്ന് ചാടുമ്പോൾ അവരുടെ ശരീരത്തിൽ സഹിക്കാൻ കഴിയാത്ത ചൊറിച്ചിൽ അവർക്ക് അനുഭവപ്പെട്ടിരുന്നു. ഫമിൽ അറാഇ ഫി ഹാദിൽ മജാലി മാ തഹദ്ദസൻ ജുദ്രി. ഈ പറയുന്ന ജുദ്രി എന്ന വസൂരി എന്നൊക്കെ പറയുന്ന മുമ്പ് രോഗം ഉണ്ടായിരുന്നു നമ്മുടെ നാട്. അറേബ്യൻ നാടുകളിൽ ഈ പറയുന്ന ശിക്ഷ വന്നതിൻ്റെ ശേഷമാണ് ആ രോഗം പിന്നീട് അറേബ്യൻ നാടുകളിൽ അത് പകർന്ന് വ്യാപിക്കാൻ തുടങ്ങിയത് എന്നൊക്കെ മുഫസ്സിറുകൾ ഇതിനെക്കുറിച്ച് പറയുന്നതുണ്ട്. അല്ലാഹു അലം. ഏതാണെങ്കിലും ഖുറൈശികളായ ആളുകളോട് അബ്ദുൽ മുത്തലിബ് അവരോട് നിങ്ങളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി കുടുംബങ്ങളെയും കൂട്ടിയിട്ട് മലഞ്ചെരുവുകളിലേക്ക്, മലയുടെ മുകളിലേക്കും മറ്റും പോയി നിങ്ങൾ രക്ഷപ്പെട്ടോളി എന്ന് പറഞ്ഞു എന്നുള്ളത്. ഇത്ര വലിയ സൈന്യങ്ങളോട് നേരിടാനോ ആക്രമിക്കാനോ പ്രതിരോധിക്കാനോ നമുക്ക് കഴിയുകയില്ല. നല്ല തൻ്റെ ഇടമുള്ള ആളായിരുന്നു, കാര്യബോധമുള്ള ആളായിരുന്നു അബ്ദുൽ മുത്തലിബ്. വ തഹറസു ഫി റുഊസിൽ ജിബാലി. പർവ്വതങ്ങളുടെ മുകളിൽ പോയി അവർ അഭയം തേടി. ഖൗഫൻ അലാ അൻഫുസിഹിം മിൻ മഅറത്തിൽ ജയ്ഷ്. സൈന്യങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് അവരുടെയും കുടുംബത്തിൻ്റെയും കാര്യത്തിൽ പേടിച്ചിട്ട്. ഫലമ്മാ നസല ബിൽ ജയ്ഷി മാ നസൽ. സൈന്യത്തിൽ ഈ പറയുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയതിൻ്റെ ശേഷം നസല റജഉ ഇലാ ബുയൂത്തിഹിം ആമിനീൻ. സുരക്ഷിതരായിട്ട് അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങി വന്നു എന്നുള്ളത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തുൽ ഫീലിൽ ഈ ഭാഗത്ത് തഫ്സീറിൽ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു, കാനു ഖദ് അസമു അലാ ഹദ്മിൽ കാബ. അബ്രഹത്തും അവൻ്റെ കൂടെയുള്ള ഇത്ര വലിയ സൈന്യങ്ങളും കാബ ഷരീഫ് തകർക്കാൻ വേണ്ടി കരുതി വരികയാണ്.
വമഹ്വി ആസാരിഹ മിനൽ വുജൂദ്, ഭൂമുഖത്തിൽ നിന്ന് കാബ ഷരീഫിൻ്റെ ചിഹ്നങ്ങളും അതിൻ്റെ അടയാളങ്ങളും മുഴുവൻ മായ്ക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വീടിന്. ഫഅബാദഹുമുള്ള, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ തുടച്ചു നീക്കി. വഅർഗമ ആനാഫഹും, അവരുടെ മുഖങ്ങളെ അള്ളാഹു മണ്ണിൽ കുത്തിച്ചു, മണ്ണിൽ കുത്തി അഥവാ നിന്ദിച്ചു എന്നുള്ളർത്ഥം. വഖയ്യബ സഅയഹും, അവരുടെ അധ്വാനം മുഴുവനും അള്ളാഹു തആല ചീറ്റിക്കളഞ്ഞു, പരാജയപ്പെടുത്തി കളഞ്ഞു. വഅളല്ല അമലഹും, അവരുടെ പ്രവർത്തനങ്ങൾ വഴികേടിലാക്കി തീർന്നു. വറദ്ദഹും ബിശ്ശർരി ഖൈബ, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പരാജയത്തോടുകൂടി അള്ളാഹു തആല അവരെ മടക്കി. വകാനു ഖൗമൻ നസാറ, അവരന്ന് നസാറാക്കളായിരുന്നു. വകാന ദീനുഹും ഇസ്സാക അഖ്റബു ഹാലം മിമ്മാ കാന അലൈഹി ഖുറൈശ് മിൻ ഇബാദത്തിൽ ഔസാൻ, വിഗ്രഹങ്ങളും ബിംബങ്ങളെയും ആരാധിക്കുന്ന ഖുറൈശികൾ അപേക്ഷിച്ച് കുറച്ചുകൂടി നല്ല ദീനിൻ്റെ ആളുകളായിരുന്നു ഈ പറയുന്ന ഹബശക്കാരും ഈ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന ആളുകളും. പക്ഷേ വലാകിൻ കാന ഹാദാ മിൻ ബാബിൽ ഇർഹാസി വത്തൗതിഅതി ലിമബഅസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ജനനവും അത് തുടർന്നുകൊണ്ട് ഈ കാബ ഷരീഫിനെ സംരക്ഷിക്കുന്ന അതിൻ്റെ ഹിസ്സിയും മാനവിയുമായ, ഹിസ്സി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ അതിൻ്റെ ഈ എടുപ്പും ആ ഭവനത്തിനെയും അതിനെ സംരക്ഷിക്കും. മാനവി എന്നാൽ അവിടുത്തെ ആദർശം ദീനും അതിനെ സംരക്ഷിക്കുന്ന. കാബ ഷരീഫിന് ഇബ്രാഹിം നബി ഏത് ആശയത്തിൻ്റെ പേരിൽ പെടുത്തിയോ ആ പറയുന്ന തൗഹീദിൻ്റെ പേരിൽ അതിനെ സംരക്ഷിക്കുന്ന ഒരു പ്രവാചകന്റെ വരവ് ഇവിടെ അടുത്തിട്ടുണ്ട് എന്നുള്ളതിലേക്കുള്ള ഒരു സൂചനയായിരുന്നു ഈ സംഭവം. അതിനാക്രമിക്കാനോ അതിനെ ഉപദ്രവിക്കാനോ അതിനെ ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടി പടുത്തുയർത്തപ്പെട്ടുവോ അതിലെ തകർക്കാൻ ശ്രമിക്കുന്ന ആരാണെങ്കിലും അല്ലാഹു തആല അവരെ പിടികൂടും. അബ്രഹത്തിനെ പിടികൂടിയതുപോലെയാണ് പിന്നീട് മക്കയിലുണ്ടായിരുന്ന ഖുറൈശി പ്രമുഖന്മാരെ ബദറിലും ഉഹദ് പോലത്തെ യുദ്ധങ്ങളിൽ അല്ലാഹു തആല പിടികൂടി നശിപ്പിച്ചത്. ഘട്ടം ഘട്ടങ്ങളായിട്ട് അത് ചെയ്യുമെന്ന് പറയുന്നതിലേക്കുള്ള ഒരു മുന്നൊരുക്കമായിരുന്നു ഈ സംഭവം. ഫഇന്ന ഫീ ദാലിക്കൽ ആമി വുലിദ അലാ അഷ്ഹറിൽ അഖ്വാൽ, ഈ പറയുന്ന വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. ഈ അബ്രഹത്തിൻ്റെ ആനക്കലഹത്തിൻ്റെ ആ വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീഴുന്നത്. വലിസാനു ഹാലിൽ ഖദരി യഖൂൽ ലം നൻസുർക്കും യാ മഅശറ ഖുറൈശ്, അല്ലാഹു തആല പറയുന്നത് പോലെയാണ്, ഖുറൈശികളെ നിങ്ങളെ നമ്മൾ സഹായിച്ചത് ഈ പറയുന്ന ഹബശക്കാരെ നശിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് സഹായം നൽകിയതിൽ ഖൈരിയത്തി, നിങ്ങൾ വലിയേറെ നല്ലവരായിട്ടല്ല, അവരാണ് കുറച്ചുകൂടി ആദർശപരമായിട്ട് നല്ലവർ, നിങ്ങൾ ശിർക്കിലാണ്. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് ഈ ചെയ്തത്? ഈ പറയുന്ന പവിത്രമായ അള്ളാഹുവിൻ്റെ ഭവനത്തെ അവൻ ആദരിക്കാൻ പോകുന്നുണ്ട്, അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു പ്രവാചകൻ ഇവിടെ വരുന്നുണ്ട്. ആ പറയുന്ന പ്രവാചകന്റെ വരവിന് ഒരു മുന്നൊരുക്കമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയത്, അതറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെയാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ ഈ പറയുന്ന അബ്രഹത്തും അവൻ്റെ സൈന്യങ്ങളും കാബ ഷരീഫിനെ തകർക്കാനും മക്കയിലുള്ള ആളുകൾ ആക്രമിക്കാനും വേണ്ടി വരുന്ന സമയത്ത് അബ്രഹത്ത് അവൻ്റെ സൈന്യങ്ങളിൽപ്പെട്ട ഒരാളെ അബ്ദുൽ മുത്തലിബ്, മക്കയിലുണ്ടായിരുന്ന പ്രമുഖനായ അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് ആ ദൂതൻ വന്നതിൻ്റെ ശേഷം അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, ഞങ്ങൾ ഈ പറയുന്ന പിന്നെ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നതല്ല, നിങ്ങളാരെയും ആക്രമിക്കലല്ല ഞങ്ങളെ ലക്ഷ്യം എന്ന് പറഞ്ഞു. ഫഖാലു അബ്ദുൽ മുത്തലിബ്, അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, മാനുരീദു ഹർബഹു, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ല, ഞങ്ങൾക്കൊണ്ടതിന് കഴിയൂല, ഇത് അള്ളാഹുവിൻ്റെ ഭവനമാണ്. വബൈത്തു ഖലീലിഹി ഇബ്രാഹിം, അവൻ്റെ ഖലീലായ ഇബ്രാഹിം നബി ഉണ്ടാക്കിയ അള്ളാഹുവിൻ്റെ ഭവനമാണ്. ഫഇൻ യംനഅഹു മിൻഹു ഫഹുവ ബൈത്തുഹു വഹറമു, അള്ളാഹു തആല സംരക്ഷിച്ച് നിർത്തുകയാണ്, നിങ്ങളിൽ നിന്നും നിങ്ങളുടെ രാജാവ് സൈന്യത്തിനെ സംരക്ഷിച്ചാൽ അള്ളാഹുവിൻ്റെ ഭവനമാണ്. ഇനി വഇൻ യുഖല്ലി ബൈനഹു വബൈനഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിങ്ങൾക്ക് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ വല്ലാഹി മാ ഇൻദനാ ദഫൻ, അത് പ്രതിരോധിക്കാൻ ഞങ്ങളെ കൊണ്ട് അത് കഴിയൂല. അള്ളാഹുവിൻ്റെ ഭവനമാണ്, അള്ളാഹുവിൻ്റെ ഖലീലിൻ്റെ ഭവനമാണ്, ബഹുമാനം ആദരവുള്ള, ഞങ്ങൾക്ക് ഏറ്റവും ബഹുമാനമുള്ള ഏറ്റവും ആദരവുള്ള സ്ഥാപനമാണ്, സംശയമൊന്നുമില്ല. പക്ഷേ നിങ്ങളോട് എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല, അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. അപ്പോൾ ഹനാത്ത എന്ന് പറയുന്ന ആ ദൂതൻ പറഞ്ഞു, എന്നാൽ എൻ്റെ കൂടെ രാജാവിൻ്റെ അടുത്തേക്ക് നിങ്ങളൊന്ന് പോരണം, രാജാവ് നിങ്ങളൊന്ന് കാണാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുന്നു. അബ്ദുൽ മുത്തലിബ് പോയി. ഫലമ്മാ റആഹു അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിനെ കണ്ട സമയത്ത് അജല്ലഹു, അബ്ദുൽ മുത്തലിബിനെ ബഹുമാനിച്ചു. കാരണം വക്കാന അബ്ദുൽ മുത്തലിബ് റജുലൻ ജമീലൻ ഹസനൽ മൻദർ, നല്ല അഴകുള്ള, കാണാൻ നല്ല അഴകുള്ള, ഗാംഭീര്യമുള്ള, ആദരവുള്ളൊരു വ്യക്തിത്വമായിരുന്നു.
ഫലമ്മ റആഹു അബ്രഹത്തു അജല്ലഹു, അബ്ദുൽ മുത്തലിബിനെ അബ്രഹത്ത് രാജാവ് കണ്ട സമയത്ത് ബഹുമാനിച്ചു. അബ്ദുൽ മുത്തലിബ് നല്ല അഴകുള്ള, നല്ല ഗാംഭീര്യമുള്ള, നല്ല പ്രതാപമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. വനസല അബ്രഹത്തു അൻ സരീരിഹി, സിംഹാസനത്തിൽ നിന്ന് അബ്രഹത്ത് ഇറങ്ങിയിരുന്നു. വജലസ മഅഹു അൽബിസ, അബ്ദുൽ മുത്തലിബിന്റെ കൂടെ വിരിപ്പിൽ താഴെ വന്നിരുന്നു. വഖാല ലി തുർജുമാനിഹി, എന്നിട്ട് പരിഭാഷകനോട് പറഞ്ഞു, കുല്ലഹു ഹാജത്ത്, എന്തെങ്കിലും ആവശ്യമുണ്ടോ അബ്ദുൽ മുത്തലിബിന്, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ, ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഇന്ന ഹാജത്തി, എനിക്കൊരാവശ്യമുണ്ട് നിങ്ങളോട് പറയാൻ. അൻ യറുദ്ദ അലയ്യൽ മലിക്കുമി അത്തൈ ബഈരിൻ അസ്വാബഹാലി, നിങ്ങളുടെ പട്ടാളക്കാർ ഇങ്ങോട്ട് വന്നിട്ട് 10-200 എൻ്റെ ഒട്ടകങ്ങളെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ആ ഒട്ടകങ്ങളെ ദയവ് ചെയ്ത് തിരിച്ചു തരണം. എനിക്ക് പറയാനുള്ള ആവശ്യം ഇതാണ്, അപേക്ഷ ഇതാണ്. അബ്ദുൽ മുത്തലിബ് ഇത്ര ബഹുമാനം ആദരവോടുകൂടി രാജാവ് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ മനുഷ്യൻ പ്രതീക്ഷിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് അബ്രഹത്ത് പറഞ്ഞ പരിഭാഷകനോട് കുല്ലഹു, എന്നാൽ അബ്ദുൽ മുത്തലിബിനോട് പറയേ, ലഖദ് കുന്ത അഅജബ്തനി ഹീന റഅയ്തുക, നിങ്ങളെ കണ്ട സമയത്ത് എനിക്ക് വല്ലാത്ത പുതുമയും ബഹുമാനവും ആദരവും നിങ്ങളോട് തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കാര്യം എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് നിങ്ങളോട് വിരക്തി തോന്നി. വല്ലാത്തൊരു മനുഷ്യൻ, ഈ മനുഷ്യന് ഈ 10-200 ഒട്ടകാണല്ലോ ഇപ്പോൾ ഇയാൾക്ക് വലുത്. അവരിങ്ങനെ ബഹുമാനിച്ചാദരിക്കുന്ന ഭവനും കാബും അള്ളാഹുവിൻ്റെ ആരാധനാലയം, അതിനെക്കുറിച്ച് എനിക്ക് വല്ലാത്ത വിരക്തി തോന്നി. അതുകല്ലിമുനി ഫീമി അത്തൈ ബഈരിൻ അസ്വാബത്തു ഹാലക്, നിനക്കുള്ള എൻ്റെ പട്ടാളക്കാർ പിടിച്ചുകൊണ്ടുപോയ 10-200 ഒട്ടകത്തിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. വതതുറുക്കു ബൈതൻ ഹുവ ദീനുക വദീനു ആബായിക ഖദ് ജിഅതു ലിഹദിമി, ഞാൻ പൊളിക്കാൻ വേണ്ടി വന്ന എൻ്റെ പട്ടാളക്കാരെയും കൂട്ടി ഞാൻ പൊളിക്കാൻ വേണ്ടി വന്ന നിങ്ങളുടെ പിതാമഹന്മാരുടെ ഭവനം, അതിനെക്കുറിച്ചൊരു വാക്ക് പറയാനും ചോദിക്കാനില്ലേ എന്ന് ലാ തുകല്ലിമുനി ഫീ, അതിനെക്കുറിച്ച് എന്നോടൊന്നും അപേക്ഷിക്കാനില്ലേ? അപ്പം അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഇന്നി അന റബ്ബുൽ ഇബിൽ, ഒട്ടകത്തിൻ്റെ ഉടമ ഞാനാണ്, ആ ഒട്ടകം എൻ്റെതാണ്. വ ഇന്ന ലിൽ ബൈത്തി റബ്ബൻ സയംനഉ, ആ കാബ ഷരീഫിനെ, ആ ഭവനത്തെ സംരക്ഷിക്കാൻ അതിനൊരുടമ വേറെയുണ്ട്, അവൻ അതിനെ സംരക്ഷിക്കുന്നു പറഞ്ഞു. കാലാപബ്രഹത്വന മാ കാനലിയം തനിയമിന്നെ, അവൻ എന്നെ തടയൊന്നുമില്ല എന്ന് പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് അന്തവദാ, നീയായി അതുമായി, എനിക്കതിൽ ചെയ്യാനൊന്നും കഴിയൂല. ശത്രുക്കൾ അഹങ്കാരികൾ ശക്തരാണ്, കരുത്തരാണ് എന്ന് കരുതിയിട്ട് മുസ്ലിമായ മനുഷ്യൻ, ഈ അബ്ദുൽ മുത്തലിബ് ഖുറൈശികളുടെ പ്രത്യേകത അള്ളാഹുത്തആല അവരെ കുറിച്ച് പറയുന്നു. വിപത്തും അപകടങ്ങളും വരുന്ന സമയത്ത് ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ക്ലിയറായ കളങ്കമില്ലാത്ത നിനക്ക് അള്ളാഹിനെ വിളിച്ചു തേടുന്നവരായിരുന്നു. തൗഹീദിന്റെ ഏറ്റവും ഇഖ്ലാസുണ്ട് അള്ളാഹുത്തആല പറഞ്ഞത് അവരെക്കുറിച്ച്. അവർക്ക് നന്മയും അവർക്ക് ക്ഷേമവും അനുഗ്രഹങ്ങളുള്ള സമയത്ത് ശിർക്കും കാര്യം. ഇന്ന് ഖുറാഫികൾ അങ്ങനെയല്ല. ഇന്ന് തലപ്പത്തുള്ള ഖുറാഫികൾ വലിയ തലപ്പാവും കെട്ടിയിട്ട് പരണ് കേൾക്കാൻ ഞങ്ങൾ അങ്ങനെ പോണ സമയത്ത് കടലിൽ കപ്പലിങ്ങനെ അങ്ങോട്ട് ബദരീങ്ങളെ അത് വിളിച്ച് കരഞ്ഞിട്ട് ഞങ്ങൾ, എൻ്റെ അടുത്തുണ്ട് ഖുറാഫി മുസ്ലിംമാരുടെ ആ ക്ലിപ്പുകളൊക്കെ ഇതിലുണ്ട്, കേട്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും. ബദരീങ്ങളെ നിങ്ങളല്ലാതെ ആരുമില്ലല്ലോ എനിക്ക്. ഇത്തരത്തോളം വിഡ്ഢികൾ മക്കയുണ്ടായിരുന്ന മുഷ അബ്ദുൽ മുത്തലിബ് മനുഷ്യൻ ഫിത്രത്തിന്റെ കാലത്തുള്ള മുശ്രിക്കീങ്ങളാണ് ഇവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ അവരോട് നീതിയോടുകൂടെ വർത്തിക്കും എന്നുള്ളതാണ് സത്യം. അവർക്ക് റസൂൽ നബി വന്നിട്ടില്ല, അവർക്ക് കിട്ടിയിട്ടുമില്ല എന്നുള്ളതാണ്. ഇന്നലിൽ ബൈത്തി റബ്ബൻ സയംനഉഹു, ആ ഭവനത്തിനൊരു റബ്ബുണ്ട്, അവൻ അതിനെ സംരക്ഷിക്കും. അള്ളാഹുവിന്റെ ശക്തമായ പ്രതീക്ഷ. കുഫാറുകൾ ഇന്ന് മുസ്ലിമീങ്ങളുടെ ആരാധനാലയങ്ങളും മറ്റും തകർത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കെട്ടിപ്പൊന്തിച്ചിട്ട് ഇങ്ങനെ അഹങ്കാരങ്ങൾ പറഞ്ഞു കേട്ട ലോകം മുഴുവൻ നമ്മളെ കയ്യിൻ്റെ ഉള്ളിലാണ്. ആയുധം മുഴുവൻ നമ്മളെ കയ്യിലാണ്, സൈന്യം മുഴുവൻ നമ്മളെ കയ്യിലാണ്, നാട് മുഴുവൻ നമ്മളെ കയ്യിലാണ്. നിങ്ങളൊക്കെ പുറത്തുനിന്ന് വന്നവരാണ്. പൊന്നു സഹോദരങ്ങളെ, അള്ളാഹുവിൽ പ്രതീക്ഷയുള്ള മുഅ്മിനാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ദീനും അടിയുറച്ചതിൽ വിശ്വസിക്കുന്ന ആൾ, എത്ര വലിയ ശക്തരായ ആളുകൾ എന്ത് തന്നെ വന്നാലും അള്ളാഹു തആല അവരെ നേരിടാൻ കഴിയും. നമ്മളെ സഹായരുള്ളൂ. മുസ്ലിമീങ്ങളായ ചില ആളുകൾ, ചില നാട്ടിലൊക്കെ ഉള്ള ആളുകൾ, ഈ മുസ്ലിമീങ്ങളായ സാധാരണക്കാരായ ആളുകൾ ഇത്ര വലിയ സൈന്യങ്ങളുടെ മുന്നിലേക്ക് യുദ്ധമാണ്, ജിഹാദാണ്, പ്രതിരോധമാണ്, അള്ളാഹുവിൻ്റെ അടിമ. അബ്ദുൽ മുത്തലിബോട് ചെയ്ത് നോക്കി, നിങ്ങളൊക്കെ മലന്റെ മുകളിലേക്കും മറ്റും പോയിട്ട് നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ സേഫായിക്കോളി, സുരക്ഷിതരായിക്കോളി. ഇത് നമുക്ക് കഴിയാത്തതാണ്, അതിന് കഴിയുന്നവനുണ്ട്, അവനത് ഏറ്റെടുത്തോളൂ. ഇത്രേ നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയൂല? അള്ളാഹുവിനെ പ്രതീക്ഷിക്കാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയൂല? നമ്മൾ നിസ്സഹായരാണ്. ശക്തനായ അള്ളാഹുവുണ്ട് നമ്മളെ സഹായിക്കാൻ, നമ്മളെ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ, സമ്പത്ത് സംരക്ഷിക്കാൻ, നമ്മുടെ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാനില്ലേ? നമ്മൾ അള്ളാഹുവിനോട് മുന്നിടുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിനോട് സഹായത്തിന് തേടുക. അള്ളാഹു സഹായിക്കുമെന്നുള്ള ശക്തമായ റജാ, പ്രതീക്ഷ. ഒരിക്കലും അള്ളാഹുവിന് നിരാശ നമ്മുടെ മനസ്സിൽ വന്നുകൂടരുത്. അള്ളാഹുവിനെ സംരക്ഷിക്കും, അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും, അള്ളാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളെ നശിപ്പിക്കും. അഹങ്കാരികളായ ആളുകൾ അള്ളാഹു തആല അവർക്ക് കൊടുക്കണ്ട. തൗഹീദുണ്ട് എന്ന് പറയുന്ന നസാറാക്കളായി ഇവർ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു അവൻ്റെ ഭവനങ്ങളിലേക്ക് കൈ നീട്ടിയ സമയത്ത്. തൗഹീദിലുള്ള ആളുകൾ മുശ്രിക്കീങ്ങളായിരുന്നു ഈ പറയുന്ന കഅബ ഷരീഫിൻ്റെ വക്താക്കളായ ആളുകൾ. പക്ഷെ അവർ അള്ളാഹുവിനെ പ്രതീക്ഷിച്ചു എന്നുള്ളത്, അള്ളാഹുവിനോട് ദുആ ചെയ്തു.
അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രതീക്ഷ അർഹിക്കുന്ന നിലക്ക് അതിനവർക്ക് പ്രതിവിധി കാണിച്ചു കൊടുത്തും ചെയ്തു. അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിന്റെ അടുത്ത് നിന്ന് മടങ്ങി വന്നതിൻ്റെ ശേഷം അബ്ദുൽ മുത്തലിബും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന ഖുറൈശികളും കൂടെയുള്ള സാധാരണക്കാരായ ആളുകളും കുടുംബത്തിനെ നിങ്ങളും സംരക്ഷിച്ചുകൊണ്ട് മലമുകളിലേക്ക് പോയിക്കോളി, ഈ ശത്രുക്കൂടെ ഏറ്റുമുട്ടാനും അവരുടെ ആക്രമണത്തിലേക്ക് മുന്നിടരുതേ എന്ന് പറഞ്ഞു. അവരോട് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു. അതിൻ്റെ ശേഷം സുമ്മക്കാമ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഖുറൈശികളുടെ പ്രമുഖരായ കുറച്ച് ആളുകളും വന്നിട്ട് കാബ ഷരീഫിൻ്റെ അടുത്ത് വന്നിട്ട് ഫഅഖദ ബിഹലഖത്തി ബാബിൽ കാബ, കാബ ഷരീഫിൻ്റെ വാതിലുമുണ്ടായിരുന്ന ആ വട്ടക്കണ്ണി പിടിച്ചു, അതിൻ്റെ പിടിയിൽ പിടിച്ചു നിന്നു. എന്നിട്ട് യദ്ഊന അല്ലാഹ വയസ്തൻസിറൂന, അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് സഹായത്ത് തേടിക്കൊണ്ട് അബ്രഹത്തിൻ്റെയും അവരുടെ സൈന്യങ്ങളുടെ മേൽ. വഖാല അബ്ദുൽ മുത്തലിബ് വഹുവ ആഖിദുൻ ബിഹലഖത്തി ബാബിൽ കാബ, കാബ ഷരീഫിൻ്റെ ആ പിടി അത് പിടിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് അവിടെ പഠിച്ചു, ലാ ഹമ്മ ഇന്നൽ മർഅ യംനഉ റഹ്ലഹു ഫംന ഹലാലക ലാ യഗ്ലിബന്ന സലീബഹും വമിഹാലഹും ഗദുവൻ മിഹാലക. അള്ളാഹുവെ, ഇന്ന് ഒരു മനുഷ്യൻ ഓൻ്റെ കുടുംബത്തിൻ്റെ കാര്യമില്ലാതെ വേറെ ചിന്തയില്ല. ഞങ്ങൾക്കൊക്കെ ഞങ്ങളെ സ്വന്തം ശരീരം, കുടുംബം, ആ ഒരു ചിന്തയെ ഞങ്ങളെ മനസ്സിലുള്ളൂ. അതുകൊണ്ട് ഫംന ഹലാലക്, നിന്റെ ഭവനത്തെ നീ സംരക്ഷിക്കണം. ആക്രമിക്കാൻ വരുന്ന സൈന്യങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ നോക്കാൻ കഴിയൂല, അതുകൊണ്ട് നീ സംരക്ഷിക്കണം. ലാ യഗ്ലിബന്ന സലീബഹും, അവർ നസാറാക്കളായിരുന്നു, അവരുടെ ആ കുരിശ്, വമിഹാലഹും, അവരുടെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒരിക്കലും വിജയിക്കരുത്. ഗദുവൻ, നാളത്തെ ദിവസം, മിഹാലക്കാനിൻ്റെ തന്ത്രത്തിൻ്റെ മുകളിൽ. ദബർ, അവരുടെ കുരിശും അവരുടെ തന്ത്രങ്ങളും അവരുടെ കുതന്ത്രങ്ങളും അവരുടെ സൈനികമായ ശക്തികളും നാളെ നിന്റെ തന്ത്രത്തിൻ്റെ മുകളിൽ ഒരിക്കലും അത് മികച്ചു നിൽക്കരുത്, നീ ഇടപെടണം എന്ന് പറഞ്ഞു അള്ളാഹുവിനോട്. ഇത് പറഞ്ഞു അബ്ദുൽ മുത്തലിബും ആളുകളും. അവർ നിസ്സഹായരായി അവിടെ നിന്ന് പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പവിത്രമായ ഭവനത്തിൻ്റെ അടുത്തേക്ക് വരുന്നതിൻ്റെ അടുക്ക് വഴിയിൽ വെച്ച് ഈ ശത്രുക്കൾ ഒരിക്കലും സ്വപ്നത്തിൽ കാണാത്ത നിലക്കുള്ള കഠിനമായ അള്ളാഹുവിൻ്റെ സൈന്യങ്ങളെ കൊണ്ട് അവരെ പിടികൂടി എന്നുള്ളതാണ്. സൂറത്തുൽ ഫീൽ നമ്മുടെ മുന്നിലില്ലേ? അത് പാരായണം ചെയ്ത് അതിൽ പറഞ്ഞ ആദർശം, അതിൽ പറഞ്ഞ ആശയങ്ങളും കാര്യങ്ങളും അത് പാരായണം ചെയ്ത് നമുക്ക് ധൈര്യം, സമാധാനവും പ്രതീക്ഷയും ലഭിക്കുന്നില്ലേ? ചെറിയ സൂറത്താണ്, പക്ഷെ അതിൽ പറഞ്ഞ ആശയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവം നടന്നതാണെങ്കിലും വഖദ് വഖഅത് ഹാദിഹിൽ വഖഅതു ഫിൽ ളുറൂഫി അല്ലതി യബ്ലുഗു നബഉഹാ ഇലാ മുഅളമിൽ മഅമൂറത്തി അൽ മുതഹല്ലിറത്തി ഇസ്സാഖ്. അന്ന് പരിഷ്കൃത സമൂഹങ്ങൾ എവിടെയൊക്കെയാണോ ജീവിക്കുന്നത് ആ പറയുന്ന സമൂഹങ്ങളിലേക്കൊക്കെ ഈ സംഭവം എത്തി. അന്ന് റോമക്കാരുടെ പ്രതിനിധികളായിരുന്നു ഹബശികൾ എന്ന് പറയുന്നത്. അന്ന് ലോകത്തുണ്ടായിരുന്ന റോമക്കാരും പേർഷ്യക്കാരുമായ വൻശക്തി എന്ന് പറഞ്ഞ വൻശക്തികൾ, ഇന്നുകൊണ്ട് വലിയ ശക്തികൾ എന്ന് പറയുന്ന ആളുകളൊക്കെ അങ്ങനത്തെയിൽപ്പെട്ടവരായിരുന്നു. അപ്പം അവർക്കൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഇത്ര വലിയ ഒരു ശിക്ഷ, ആക്രമണം അവർക്ക് നേരിട്ടു എന്നുള്ളത് അന്ന് പരിഷ്കൃത സമൂഹങ്ങൾ, മനുഷ്യവാസമുള്ള എല്ലാ സ്ഥലത്തും ഈ വിവരം എത്തി, ആളുകൾക്ക് എത്തി. വൽ ഹബശത്തു കാനത്ത് ലഹാ സിലത്തുൻ ഖവിയ്യത്തുൻ ബിർറുമാൻ, റോമക്കാരുമായി ശക്തമായ ബന്ധമുണ്ടായിരുന്നു. പേർഷ്യക്കാരാണെങ്കിൽ ലാ യസാലൂന ലഹും ബിൽ മിർസ, എപ്പോഴാണെങ്കിലും റോമക്കാർ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി തയ്യാറായി നിൽക്കുന്ന സമയവുമായിരുന്നു. യതറഖബൂന മാ നസല ബിർറുമാനി വഹുലഫാ, റോമക്കാർക്കോ അവരുടെ സഖ്യകക്ഷികൾക്കോ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ വലിദാലിക സർആന മാ ജാഅത്തിൽ ഫുർസു ഇലൽ യമനി ബഅദ ഹാദിഹിൽ വഖഅ, ഈ പറയുന്ന ആനക്കലഹം നടന്നതിൻ്റെ ശേഷം റോമക്കാരുടെ സൈന്യങ്ങൾക്ക്, അവരുടെ സഖ്യകക്ഷികൾക്ക് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഇങ്ങനത്തെ ഒരു ആക്രമണം ഉണ്ടായി എന്നറിഞ്ഞ ഉടനെ തന്നെ പേർഷ്യക്കാർ ഇവരെ ആക്രമിക്കാനും പോയി. പിന്നീട് സൈനികമായിട്ട് അവരാക്രമിക്കാൻ മറ്റുള്ള അക്രമികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുക്കി വെച്ചും ചെയ്തു. അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലേക്ക്, അവൻ്റെ ചിഹ്നങ്ങളിലേക്ക്, അവൻ ബഹുമാനിച്ചാദരിച്ച വസ്തുക്കളിലേക്ക്, വ്യക്തികളിലേക്ക് കൈനീട്ടിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പിടികൂടും. പക്ഷെ അതിൻ്റെ വക്താക്കളായി നിൽക്കുന്ന ആളുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാനും അള്ളാഹുവിനെ പ്രതീക്ഷിക്കാനും അവരോട് സഹായത്തിനെ തേടാനും തയ്യാറാണ്. ഒരിക്കലും നിരാശപ്പെടരുത്. ഒരിക്കലും നമുക്ക് സംരക്ഷകരായിട്ടും നമുക്ക് അഭയം നൽകാനും ആരുമില്ല എന്നുള്ള ഒരിക്കലും അത് പറയരുത്, ചിന്തിക്കരുത്. അള്ളാഹുവുണ്ട്. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് പോകുന്ന മുഅ്മിനീങ്ങളെ സഹായിക്കാൻ അള്ളാഹു തയ്യാറാണ് താൻ. വഹാതാനി അദ്ദൗലത്താനി കാനത്താ തുമസ്സിലാനിൽ ആലമൽ മുതഹല്ലിറ ഫീ ദാലിക്കൽ വഖ്ത്, അന്നത്തെ ആ സമയത്ത് പരിഷ്കൃത സമൂഹങ്ങളിൽ ലോകത്തിൻ്റെ മുഴുവത്തിൻ്റെയും പ്രതിനിധികളായി കൊണ്ടുണ്ടായിരുന്ന ഈ രണ്ട് രാജ്യങ്ങളായിരുന്നു, റോമക്കാരും പേർഷ്യക്കാരും. ഫഹാദിൽ വഖഅത്തു ലഫത്തത്ത് അൻവാറുൽ ആലം, ലോകത്തിൻ്റെ കണ്ണുകൾ ഈ പറയുന്ന സംഭവങ്ങളിലേക്ക് തിരിഞ്ഞു. വദല്ലത്തുഹു അലാ ശറഫി ബൈത്തില്ല, കഅബ ഷരീഫിൻ്റെ ബഹുമാനം പവിത്രത്തിലുണ്ട് എന്നത് ജനങ്ങൾക്ക് തിരിഞ്ഞും ചെയ്തു. ശത്രുക്കളായി അതിനോട് വെറുപ്പുള്ള ആളുകൾക്ക് പോലും പിന്നീട് കഅബ ഷരീഫിനെയും ഖുറൈശികളെയും ഭയപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവുകയും ചെയ്തു. അവരോട് കളിക്കാൻ പോയാൽ അടി കിട്ടും, ഇതുപോലത്തത് വരും എന്നല്ല. വഅന്നഹു ഹുവല്ലദി ഇസ്തഫാഹു അല്ലാഹു ലിതഖ്ദീസ്, ബഹുമാനാദരവിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തത് ഈ ഭവനത്തിനെയാണ് എന്ന് ലോകത്തുള്ള ആളുകൾ മനസ്സിലാക്കുകയും ചെയ്തു. ഫഇദൻ ലൗ ഖാമ അഹദുൻ മിൻ അഹ്ലിഹി ബിദഅവൻ നബുവത്തി കാന ദാലിക ഹുവ ഐനു മാ തഖ്തളിഹി ഹാദിൽ വഖഅ, അതുകൊണ്ട് തന്നെ അവിടെ കള്ളത്തരം പറഞ്ഞുകൊണ്ടോ
ആ പറയുന്ന പവിത്രമായ ഭവനത്തിന് അവിടെയുള്ള കാര്യത്തിന് വിരുദ്ധമായി നുബുവത്ത് വാദിച്ചുകൊണ്ട് ആരെങ്കിലും വന്നു എന്നുണ്ടെങ്കിൽ തെറ്റാണ്, കള്ളനാണെങ്കിൽ അവനെയും ഇതുപോലത്തെ ശിക്ഷ പിടികൂടും എന്നുള്ള ബോധം ആളുകൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തുമായി അവിടെ വന്ന സമയത്ത് ലോകത്ത് പൊതുവായ ഒരു ധാരണ ഉണ്ടായത് ഇദ്ദേഹം സത്യത്തിൻ്റെ ആളാണ് എന്നുള്ളത്. ഇദ്ദേഹം ഒരു കള്ളനാണെങ്കിൽ ആ കാബ ഷരീഫിൻ്റെ പരിസരത്ത് ഇങ്ങനെ ഒരാൾ ഇതുപോലെ വരികയാണെന്നുണ്ടെങ്കിൽ അവർ സുരക്ഷിതരാകൂല എന്നുള്ള ഒരു പൊതുധാരണ സമൂഹത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ വക്കാനലി അബ്ദുൽ മുത്തലിബ് തയ്യിബ് വക്കാനലി അബ്ദുൽ മുത്തലിബി അഷറത്തു ബനീൻ. അബ്ദുൽ മുത്തലിബിൻ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ 10 മക്കളുണ്ടായിരുന്നു. വഹും അൽ ഹാരിത്തു വ സുബൈറു വ അബു താലിബിൻ വ അബ്ദുല്ലാഹി വ ഹംസത്തു വ അബൂ ലഹബിൻ വൽ ഗൈദാഖു വൽ മുഖവ്വിമു വ ദിറാറുൻ വൽ അബ്ബാസ്. ഇത്രയും മക്കൾ, 10 മക്കൾ. വക്കീലക്കാനു 11 11 ഉണ്ട് എന്നുള്ള അഭിപ്രായമുണ്ട്. 1-2 മക്കളെ പേര് ചില ചരിത്രകാരന്മാർ 13 മക്കളുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഏക അഭിപ്രായമുള്ളത് 10 മക്കൾ എന്നുള്ളതാണ്. 10 മക്കൾ. വലം യക്കുൻ മിൻ ഔലാദിഹി റജുൽ ഇസ്മുഹു ഖസമുൻ വ അമ്മൽ ബനാത്തു ഫസിത്തുൻ. 6 പെൺമക്കളുണ്ടായിരുന്നു. വഹുന്ന ഉമ്മുൽ ഹക്കീമി വഹിയ അൽ ബൈള വ ബർറത്തു വ ആതിഖത്തു വ സഫിയത്തു വ അർവ വ ഉമൈമ. ഇതിൽ 2 പെൺമക്കളും 2 ആൺമക്കളും ഇസ്ലാമിലേക്ക് വന്നു. ഹംസ റളിയല്ലാഹുനും അബ്ബാസ് റളിയല്ലാഹുനും ഇസ്ലാം സ്വീകരിച്ചിരുന്നു. അതേപോലെ തന്നെ ആതിഖ, സഫിയ എന്ന് പറയുന്ന 2 അമ്മായികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവിൻ്റെ സഹോദരിമാരെക്കുറിച്ചും പറയലുണ്ടായിരുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചവരാണ്. ഇനി ഉള്ള ഭാഗം അബ്ദുള്ള എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവിനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം അബ്ദുൽ മുത്തലിബ് നടത്തിയ നേർച്ചയെക്കുറിച്ചുള്ള ചരിത്രമാണ് ഇൻഷാ അല്ലാഹ് അടുത്ത സദസ്സിലത് പറയാം നമുക്ക് ഇൻഷാ അല്ലാഹ്. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസല്ലം.